അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ തങ്കമ്മ സിസ്റ്ററാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സാക്ഷ്യം നിങ്ങൾ മുഴുവനുമായി കേൾക്കും എന്നെനിക്കറിയാം. കൃപാവരപ്രാപ്തയായ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകളുടെ ഒരു കൂമ്പാരവുമായി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസി തന്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം ചിലരുടെ വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, ചിലരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവനാമ മഹത്വത്തിനൊക്കെ മുഖാന്തരമായി തീരുവാൻ സഹായകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ഈ സാക്ഷ്യം സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഒരു വിടുതല്, ഒരു ആത്മീയ അനുഗ്രഹം, മറ്റ് ദൈവീയ ഇടപെടലുകൾ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് നല്ല സാക്ഷ്യങ്ങൾ അരോമ ടി വിയുടെ ചാനലിൽ ഉണ്ട്. നിങ്ങൾ കേട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ തങ്കമ്മ സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. അരോമ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അത് എനിക്ക് അവസരം തന്നതിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസന് വേണ്ടി, ഈ ദാസനെ ഇന്ന് രാത്രി കാലം നന്ദി അറിയിക്കുകയും സർവശക്തനായ ദൈവം തന്റെ ദാസനെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ഏറിയ കൃപകളാൽ തന്റെ ദാസനെ നടത്തുകയും അനേകർക്ക് പ്രയോജനമുള്ളവനാക്കി പിന്നെയും തീർക്കട്ടെ എന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് എന്നെ അത് എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത രണ്ടുപേരാണ്. ഒന്ന് റാണി സിസ്റ്റർ, രണ്ട് വേഡ് ക്രിസ്ത്യൻ പേരിന്റെ ജോൺ ഐസക് പാസ്റ്ററെ വൈഫായ എൽസമ ഐസക്. ഇവർ രണ്ടും കൂടാണ് എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തുവാൻ ദൈവം അവരെ ഉപയോഗിച്ചത്. അവരോടുള്ള നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. എന്നെ തന്നെ ഇന്ന് ഈ രാത്രി പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പേര് തങ്കമ്മ സത്യൻ. ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലി എന്ന പ്രദേശത്താണ്. അവിടെയാണ് താമസിക്കുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഒരു മകനും ഒരു മകളുമാണ്. മോൻ വിവാഹം കഴിച്ച്, മകന് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. മോളും വിവാഹം കഴിച്ചു. മോക്ക് 2 ആൺമക്കളാണ്. അതെ, എൻ്റെ ഹസ്ബൻഡ് 2.5 വർഷത്തിന് മുമ്പ് തൻ പ്രിയം വെച്ച കർത്താവിൽ ചേർക്കപ്പെടുവാനിടയായി. അങ്ങനെയാണ് എന്നെ തന്നെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് തരുന്ന സമയങ്ങളും എനിക്ക് ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അയക്കുന്നിടത്തൊക്കെ പോയി കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം ആയിരിക്കാൻ ദൈവം എന്നെ ഇതുവരെ സഹായിച്ചു. അത് ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ ബാല്യത്തെ കുറിച്ച് പറഞ്ഞാൽ, ഹല്ലേലൂയ, എനിക്ക് മാതാപിതാക്കന്മാരുടെ 4 മക്കളില് 3ാമത്തെ ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്നാൽ എൻ്റെ മാതാവിന് ആദ്യത്തെ ഒരു മകനായിരുന്നു, അത് മരിച്ചുപോയി. 2ാമത്തെ എൻ്റെ ഒരു മകനാണ്. അതിന്റെ ഇളയതായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഇളയതൊരു സഹോദരി ആയിരുന്നു. ഹല്ലേലൂയ. അതെന്റെ ബാല്യകാലത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുകയും ഹൃദയത്തിൽ വലിയ ഭാരം ഉണ്ടാക്കിയ ഒരു വിഷയമാണ് എൻ്റെ സഹോദരിയുടെ വേർപാട്. ഏകദേശം 2.5 വയസ്സുള്ളപ്പോൾ, എനിക്ക് 5, 6, 7 വയസ്സ് കാണും. അപ്പൊ ഞങ്ങള് റാന്നി, പമ്പ, എൻ്റെ സ്വദേശം റാന്നിയാണ്.
റാന്നി പമ്പയാറിന്റെ തീരത്താണ് ഞങ്ങളുടെ വീട്. അതെ, അന്ന് വെള്ളപ്പൊക്കത്തിന്റെ ഒരു സമയമായിരുന്നു. എന്റെ എന്റെ അനിയത്തി, 2.5 വയസ്സുള്ള അനിയത്തി, ഞങ്ങൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ ഓടി ഈ ബോട്ട് ചട്ടിയുണ്ട്, ബോട്ട് വന്നെടുക്കുന്ന ഒരു ചട്ടി, ബോട്ട് ചട്ടി ഇങ്ങനെ പണിഞ്ഞിട്ടിട്ടുണ്ട്, അതിന്റെ മേളിൽ കിടക്കുക വെള്ളം. എന്നാൽ അത് വെള്ളം താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്, ആ സമയമായിരുന്നു. ഇവൾ അതിൽ കളിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വഴക്ക് പറഞ്ഞു ഓടിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം ഇവൾ ഓടി വന്ന് വീടിനടുത്തല്ലേ, ഓടി വന്ന് കാല് സ്ലിപ്പായി പോയി ഇവൾ വെള്ളത്തിൽ വീഴുവാൻ ഇടയായി. അതെ, ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞു വെള്ളത്തിൽ വീണു. അല്ല, എല്ലാരും ഇവിടുന്ന് വിളിച്ചു പോയി. പക്ഷെ എല്ലാരും ഇറങ്ങി വെള്ളത്തിൽ തപ്പുവാൻ ഇടയായി. എല്ലാരും, അതെ, അന്നത്തെ കാലത്തുള്ള പോലീസും അതിന്റെ ആൾക്കാരെല്ലാം വന്ന് അതെ തപ്പി, അത് കോഴഞ്ചേരി ഭാഗം എല്ലാം തപ്പി ബോഡി പൊങ്ങുമെന്നുള്ള അഭിപ്രായത്തിൽ, എന്നാൽ കിട്ടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, വെള്ളം താഴുവാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ ഒരു അച്ഛൻ പറഞ്ഞു, ഈ ബോട്ടി ചട്ടിക്ക് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി എടുക്കാൻ പറ്റത്തില്ല, കാരണം അങ്ങോട്ട് വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കയറുന്നവർക്ക് അത് മരണം സംഭവിക്കും. അങ്ങനെ വെള്ളം താഴുന്നിടം വരെ ചില ദിവസങ്ങൾ കാത്തിരിക്കുകയും, മുട്ടിനടി വെള്ളം വന്നപ്പോൾ കുറച്ചുപേര് ഭീമിനടിയിൽ കയറിയപ്പോൾ ആ ഭീമിനകം വലിയ പൊള്ളയാ. ആ പൊള്ളയ്ക്കകത്ത് അതെ എന്റെ സഹോദരിയുടെ ഡെഡ് ബോഡി കിട്ടുവാനിടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു മുറിവായി തീരുവാനിടയായി. കാരണം എന്റെ അമ്മയ്ക്ക് അതോടുകൂടി ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞങ്ങൾ പിന്നെ അവിടെ വിറ്റിട്ട് ഞങ്ങൾ കുറച്ച് ദൂരെ പോയി താമസിക്കുവാനിടയായി. അങ്ങനെ മാതാപിതാക്കന്മാരിൽ ഞങ്ങൾ 2 മക്കളായി ശേഷിക്കുവാനിടയായി. അങ്ങനെ ജീവിതം ഞങ്ങൾ CSIയിലാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ CSI തന്നെ എന്റെ അമ്മ ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്റെ അച്ഛനുമായി ഒരു വിവാഹം കഴിച്ചതാണ്. എന്റെ അച്ഛൻ ക്രിസ്ത്യാനായിട്ട് ജീവിക്കുമ്പോൾ എന്റെ അമ്മ നായർ കുടുംബത്തിൽ തന്നെ എന്നാൽ പള്ളിയിൽ അച്ഛൻ്റെ കൂടെ പള്ളിയിൽ പോവുകയും അതെ ഒറ്റോടി സ്നാനപ്പെടുവാനൊക്കെ ആ CSI തന്നെ സ്നാനപ്പെട്ട് അതെ നിൽക്കും. എൻ്റെ അമ്മയുടെ പാട്ടും പ്രാർത്ഥനയും കേട്ടാണ് എൻ്റെ ചെറുപ്പം വളർന്നത്. എൻ്റെ അച്ഛൻ ഒരു തികഞ്ഞ മദ്യപാനിയൊക്കെ ആയിരുന്നു. വളരെ മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമയായിരുന്നു. എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർന്നത്. എന്നാൽ ആ അമ്മയുടെ പാട്ടും പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാധിച്ചത്. എൻ്റെ അമ്മ എപ്പോഴും പാടും, നല്ല ദേവനെ ഞങ്ങളെ എല്ലാവരെയും നല്ലതാക്കി തീർക്കണമെന്ന്. ഈ പാട്ട് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. മരണക്കിടക്കെ പോലും മരിക്കുന്നതിന് കുറച്ചു മുമ്പ് വരെ ഈ പാട്ട് പാടിയാണ് എൻ്റെ അമ്മ ദൈവത്തെ അതുപോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ കേട്ട എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് അവിടെ IPCയുടെ ഒരു ഹോളില് സൺഡേ സ്കൂൾ പഠിപ്പാനൊക്കെ എനിക്ക് ഭാഗ്യം ദൈവം തന്നു. എന്നാൽ അമ്മയ്ക്ക് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടായി. എൻ്റെ ഇവിടെ വിദ്യാഭ്യാസമൊക്കെയും പാതി മടങ്ങി എനിക്ക് പൂർണ്ണമായി വിദ്യാഭ്യാസം ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മയുടെ രോഗാവസ്ഥയായിരുന്നു അതിന് കാരണം. എന്നാൽ ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വിവാഹം കഴിച്ചു വിടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് അതാണ്. പിന്നെ എൻ്റെ വിവാഹ ജീവിതമാണ്. എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ എന്നെ വിവാഹം കഴിച്ചു വിടാൻ പല ആലോചനകൾ വന്നു. അമ്മയ്ക്കാവുന്നുള്ള എല്ലാവരും പറഞ്ഞു ഇത്ര ചെറുപ്പത്തിലെ ഇതിനെ വിവാഹം കഴിച്ചു വിടണോന്ന് ചോദിച്ചു. എന്നാൽ അമ്മയ്ക്കില്ല, എൻ്റെ കുഞ്ഞിനെ ആരുടെയും കൈ കേൾപ്പിക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയും കോഴഞ്ചേരിയുടെ പ്രദേശത്ത് നിന്ന് ഒരു മർത്തോമ സഭാ അംഗമായ ഒരു ജോലിയുള്ള ആള് വരികയും അത് അമ്മയ്ക്ക് ആളെ ഇഷ്ടപ്പെടുകയും അങ്ങനെ വേണ്ടെന്നൊപ്പം എത്ര പറഞ്ഞാലും അമ്മ കേട്ടില്ല. അമ്മയ്ക്ക് വിവാഹം കഴിച്ചു വിടണം. അങ്ങനെ ചെറുപ്രായത്തില് അത് മാർച്ച് 12-ാം തീയതി എനിക്ക് 15 വയസ്സ് തികയും. മെയ് 10-ാം തീയതി എൻ്റെ വിവാഹം നടക്കുകയും കൂടെ ചെയ്യുന്ന ഒരു കാലയളവിലേക്ക് എന്നെ വിവാഹം കഴിച്ചു. ചെറുപ്രായത്തിൽ തന്നെ കടന്നു വരിക. എന്നാൽ അവർ കോഴഞ്ചേരി എന്നവര് ഈ മെഴുവേലിയുടെ ദേശത്ത് വന്നിട്ട് അധികം നാളായില്ല. അവരിവിടോട്ട് മാറി ഇവിടെ വീടൊക്കെ വെച്ച് താമസിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് കത്തോലിക്ക പള്ളിയാണ്. പിന്നെ ഇവർ മർത്തോമായി പോകാതെ കുടുംബമായി തൊട്ട് അപ്പച്ചനും അമ്മയ്ക്കൊക്കെ പ്രായമായതുകൊണ്ട് ദൂരെ നടന്നു പോകാൻ വയ്യാത്തത് കൊണ്ട് കത്തോലിക്ക പള്ളിയിലേക്ക് ചേരുവാനും ഞങ്ങൾ പിന്നെ വിവാഹം കഴിച്ചു. പിന്നെ കുടുംബമായി കത്തോലിക്കൽ ആരാധനയൊക്കെ എന്നാൽ CSIയുടെ ആരാധനയും ദൈവവചനം സൺഡേ സ്കൂൾ പഠിച്ചൊക്കെ അനുഭവം വെച്ച് നോക്കിയപ്പോൾ ഈ കത്തോലിക്കമായിട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി. എന്നാൽ ക്രമേണ പള്ളിയിലെ പോക്കും നിന്നോ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലേക്ക് പിന്നെ ചായുവാനിടയിൽ നല്ല പ്രായമായിരുന്നു. എന്നാൽ കുടുംബ ജീവിതത്തിൽ അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെ അത് അതിജീവിച്ച് ജയിക്കുവാനുള്ള ഒരു കൃപ അന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം തരും. അങ്ങനെ നാള് കഴിഞ്ഞ അച്ഛന് തിരുവനന്തപുരത്തായിരുന്നു ജോലി. ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം കൃപയാൽ ഒരു മകൻ ജനിക്കുവാൻ, മകനോ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ നാട്ടിൽ തിരിച്ചു വരികയും
അതെ, ഇവിടെ വെച്ച് തന്നെ പ്രസവിക്കുക. പ്രസവത്തോടു കൂടി ഞാൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടോ അവിടുന്നൊക്കെയും അന്ന് സൺഡേ സ്കൂളും എന്റെ അമ്മയുടെ കണ്ണുനീരായിരിക്കാം, എന്റെ അമ്മ അന്ന് ജീവനോടുണ്ട്, അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയായിരിക്കാം ദൈവം എനിക്ക് അന്നും ആയുസ് നീട്ടി തന്ന. ഞാൻ മകനുമായിരുന്നപ്പോൾ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കൂടെ കൂടെ വേദന വരും. അത് പിന്നെ എല്ലാരും പറഞ്ഞു കുടുങ്ങിയ, അങ്ങനെ ചെയ്താ ഇങ്ങനെ അങ്ങനെ ചികിത്സിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി, മരുന്ന് കഴിക്കും കുറയും, മരുന്ന് കഴിക്കും കുറയും, അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു മകനൊരു 2-2.5 വയസ്സായി. മകള് എനിക്ക് രണ്ടാമതൊരു മകള് ജനിക്കുക, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ പിന്നെ ഈ തലവേദന ആലസ്യമായി. അങ്ങനെ ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, ആ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരു ശനിയാഴ്ച ദിവസമാണ്, ഞാൻ അച്ഛന് ബാങ്കിലാണ് ജോലി. അപ്പൊ ശനിയാഴ്ച ഉച്ച വരെ എല്ലാ ശനിയാഴ്ച ഉച്ച വരെ അച്ഛന് ബാങ്കിൽ ജോലിയുണ്ട്. ഉച്ചയ്ക്ക് വീട്ടിൽ വന്നേ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പൊ അതിനുള്ള ഫുഡ് കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഒരു ബെല്ലടി കേട്ടു. ഞാൻ ചെന്ന്, ഈ വീട് തന്നെയാ, ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു അന്ന് ഉപദേശി പാഷുമാരെന്ന് പറയുന്ന പൊതുവെ കുറവാ, ഉപദേശി എന്നാ പറയുന്നത്. ഉപദേശി വന്ന് നിൽക്കുന്നു. എനിക്ക് പെന്തക്കോസ്തുകാരെ കാണുന്നത് തന്നെ ഏതാണ്ട് സാത്താൻ കുരിശ് കാണുന്ന പോലെ രീതിയാ. ഞാൻ അത്ര വില, അന്നേരം എന്നോട് പറഞ്ഞു, ഒത്തിരി നേരം നിന്നു, എന്നെ ദൈവം അയച്ചാണെന്നൊക്കെ പുള്ളി ഒന്നും ഇങ്ങനൊക്കെ ഏതാണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ കയറി ഇരിക്കാൻ പറഞ്ഞു. ആ ദൈവദാസൻ വീടിനകത്ത് കയറിയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ കൈ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. വന്ന് ആ ദൈവദാസനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ആ ദൈവദാസനോട് ഇങ്ങനെ ആകെ വീടൊക്കെ ഇങ്ങനെ ആകെ ഒന്ന് നോക്കി, എന്റെ തിണ്ണയൊക്കെ നോക്കി. അപ്പൊ ആരുടെ ഒരു ഫോട്ടോ ഇല്ല, ഒരു ദൈവങ്ങളുടെ ഫോട്ടോ ഇല്ല, മാതാവിന്റെ ഇല്ല, യേശുവിന്റെ ഇല്ല, ആരുടെ ഒരു ഫോട്ടോ ഇല്ല. എന്റെ ചെറുപ്പം മുതലേ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ആരുടെയും ഫോട്ടോ വെച്ച് ആചരിക്കരുത്. എന്റെ അമ്മ നല്ല ഒരു നായർ സ്ത്രീ ആയെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകി പിടിച്ചുകൊണ്ട് പെന്തക്കോസ്തിൽ പോയില്ല, CSI തന്നെ നിന്ന. അതുകൊണ്ട് ആരുടെയും ഫോട്ടോ വെച്ച് അങ്ങനെ സേവിക്കരുത്. ആ ഒരു എന്നോട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ആരുടെയും ഫോട്ടോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ഒരു കലണ്ടർ പോലും തൂക്കിയിട്ടിട്ടില്ല. അങ്ങനെ ഈ ദൈവദാസരനെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല. നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല. പിന്നെ ആ ദൈവദാസനോട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണോ? ഞാൻ പറഞ്ഞു പള്ളിയിൽ പോകുന്നവരാ. അതല്ല, ഈ കത്തോലിക്ക പള്ളിയിലാ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി അല്ല എന്ന് പറയും ഞാൻ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ വന്നൊരു വാക്ക്, ഞാൻ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അനുഗമിക്കുന്നവളല്ല, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി അല്ല എന്നൊരു വാക്ക് പറയുവാൻ ഇടയായി. ഈ ദൈവദാസൻ കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇടുക്കിയുടെ അങ്ങേറ്റ കുമിളി ഭാഗത്തുനിന്ന് വരുക, ചില ദിവസങ്ങളായി ഈ വീടും തന്റെ ദാസിയും കൂടെ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു ഒരു അടയാളമായി ഈ 3 കാര്യം നീ ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി ഇങ്ങനെ ഒരു മറുപടി തരുമെങ്കിൽ ആ വ്യക്തി ഉറപ്പിച്ചോ, നീ ആ വ്യക്തിയോടുള്ള ദൈവന്റെ ആലോചന നീ അറിയിക്കണമെന്ന് പറയുവാൻ ഇടയായി. ആ ദൈവദാസനോട് പറഞ്ഞു, മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരണം, ദൈവത്തിന് നിന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട്, ദൈവം നിന്നെ ദേശങ്ങളിലും രാജ്യങ്ങളിലും കർത്താവിന്റെ ഒരു ദൂതുവാക്കിയാക്കി അയക്കും, അതുകൊണ്ട് അനേകർക്ക് നീ ഒരു വിടുതലുള്ളവളാക്കി തീർക്കുമെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് ഈ ഉച്ച സമയമാകുന്നതുകൊണ്ട് എനിക്ക് ഫുഡ് പാകം ചെയ്യണം. അച്ഛൻ വരും, അച്ഛൻ ഇച്ചിരി അല്പം ദേഷ്യമൊക്കെ ഉള്ള ആളായതുകൊണ്ട് സമയത്ത് ജോലി കഴിഞ്ഞ് വരുന്ന ആളല്ലേ, ഫുഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രയാസമാണ്. ആകെ ഈ ഉദ്ദേശിയോട് പോകാനും പറയാൻ പറ്റത്തില്ല, നിൽക്കാനും പറയാൻ പറ്റത്തില്ല, വല്ലാത്തൊരു അവസ്ഥയിൽ ഞാനായിരുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും പറയാൻ അറിയത്തില്ല. എന്റെ ഉദ്ദേശി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി എന്നോട് മാനസാന്തരത്തെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഇങ്ങനെ വാഗൊണ്ട് ഏറ്റു പറയണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ദൈവദാസൻ പോകാൻ വേണ്ടി മാത്രം ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ആ ദൈവദാസനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ യഹോവയുടെ കരം നിനക്ക് ജീവിതത്തിൽ ഭാരമാകുമെന്ന് പറയുവാൻ ഇടയായി. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു, അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ പിന്നെ പെട്ടെന്ന്, എന്റെ മോനന്ന് 2 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, പെട്ടെന്ന് ഫുഡൊക്കെ ഞാൻ ആരോടും പിന്നെ ആ കാര്യങ്ങൾ മിണ്ടാൻ പോയില്ല. പക്ഷെ തലവേദന ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതേക്കുറിച്ച് ചില മരുന്ന് കഴിക്കുകയും കുറെ ഒടിയിൽ മകളെ ഗർഭിണിയായിരുന്നപ്പോൾ അത് വളരെ കൂടുതലായപ്പോൾ ഡോക്ടറെ കാണാൻ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോവുമായിരിക്കും, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എന്നാൽ മകളെ പ്രസവിച്ചു കഴിയുന്തോറും ഇത് അസുഖം വളരെ കലശലായി വരുവാനിടയായി. വളരെ കലശൽ എന്ന് പറയുമ്പോൾ ആഡംബരമായി ജീവിതത്തിൽ ജീവിച്ച ഒരാള് അത് അത് ഞങ്ങള് വളരെ വേളാങ്കണ്ണിക്ക് ഈ തലവേദന കൂടിയപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വേളാങ്കണ്ണി പോയിട്ട് കുഞ്ഞുങ്ങളുടെ 2 തല മൊട്ടയടിച്ച് എന്റെ തലയ്ക്ക് പകരം മൊട്ടയടിച്ചു. പിന്നെ മണറുകാട് 8 നോയമ്പ് നോക്കുക, പോവുക, ഇങ്ങനെ പോവുക, അവിടെ ചെന്ന് കുളത്തിൽ കുളിക്കുക, അവിടെ നിലത്ത് കിടന്ന് ഉരുളുക, ഇതൊക്കെ ചെയ്ത് നമ്മള്
ദൈവത്തെ മറന്നിട്ട് ഈ ലോകത്തിന്റെ ദൈവങ്ങളുടെ പുറകെ അങ്ങനെ നടന്ന് പിന്നെ നേർച്ച കാഴ്ചകളെ പിന്നെ എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്തിട്ടും വേദനയ്ക്ക് ഒരു ശമനവും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിയും തോറും എന്റെ അവസ്ഥ വളരെ ദയനീയമായി വരുവാൻ തുടങ്ങി. പറയട്ടെ, ഹല്ലേലൂയ, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുവാൻ തുടങ്ങി, എന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ തുടങ്ങി, എന്റെ സംസാര ശേഷി നഷ്ടപ്പെടാൻ തുടങ്ങി, എന്റെ കൈകാലുകൾക്ക് ബലം കുറയുവാൻ തുടങ്ങി. ഒരു കിടക്കയിലേക്ക് ഒതുങ്ങിക്കൂടുവാൻ. എന്റെ മകൾക്ക് അന്ന് 2 വയസ്സില്ല, 1.5 വയസ്സേ ഉള്ളൂ. എന്റെ മകൻ ഏകദേശം 5 വയസ്സില്ല, 4.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ 2 കുഞ്ഞുങ്ങളെ എടുക്കുവാനോ അവർക്ക് ഫുഡ് കൊടുക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് ഞാൻ ആയിരിക്കാനിടയായി. എന്നാൽ ഈ ദൈവദാസൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു, ഒന്നും ഓർക്കുന്നില്ല. എനിക്ക് വചനം ഏകദേശം സൺഡേ സ്കൂൾ പഠിച്ച്, ചെറുപ്പത്തിലെ സൺഡേ സ്കൂൾ പഠിച്ച് റാന്നി ഡിസ്ട്രിക്റ്റിലെ വാക്യ മത്സരത്തിനൊക്കെ ഫസ്റ്റ് വാങ്ങിയ ആളാണ് ഞാൻ. പക്ഷെ അതൊക്കെ മറന്നിട്ട് ഈ ലോകത്തിൻ്റെതായ ദൈവങ്ങളുടെ പുറകെ, ആഡംബരത്തിന്റെ പുറകെ എല്ലാം. എന്നാൽ പറയട്ടെ, എന്നെ ചികിത്സിക്കുവാൻ വേണ്ടി ഈ വീട്ടിലുള്ള സകല ആഭരണങ്ങളെല്ലാം വിറ്റു, വില കൂടിയ സാരികളും വസ്ത്രങ്ങളും എല്ലാം വിറ്റു. ഹല്ലേലൂയ. അതേ, അലമാരികളെ, പാത്രങ്ങളെ, ഒരു കട്ടിലല്ലാത്ത എല്ലാം വിറ്റിട്ട് വിരിക്കാൻ പോലും ഒരു കസാറ പോലും ഇല്ലാത്ത അനുഭവത്തിൽ ദൈവം ഞങ്ങളെ പൂജ്യത്തിൽ എത്തിക്കുവാൻ ഇടയായി. എന്നാൽ എന്നിട്ടും ദൈവത്തെ അറിയണമെന്നോ ദൈവമാ വിടിവിക്കുമെന്നോ ഒന്നും ചിന്തിക്കാനുള്ള കഴിവ് ആർക്കുമില്ലായിരുന്നു. തുല്യമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു. അന്നേ ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, ആരും രോഗം കണ്ടുപിടിച്ചില്ല. അപ്പൊ പത്തനംതിട്ടയുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, അതെ, നമുക്ക് തലച്ചോറിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് നട്ടെല്ലിൽ നിന്ന് കിഴിച്ച് നോക്കാന്ന് പറഞ്ഞ് നട്ടെല്ല് കിഴിച്ച് അത് തലച്ചോറിനകത്തുനിന്ന് പഴുപ്പിങ്ങനെ വലിച്ചെടുത്തു. ഈ മൂക്കിന്റെ 2 സൈഡ് കിഴിച്ച് അത് എന്നിട്ട് കമ്പിയൊക്കെ ട്യൂബൊക്കെ ഇട്ട് ഒത്തിരി വേദന എന്ന് പറഞ്ഞാൽ അതിവേദന ഒത്തിരി സഹിച്ചു. പക്ഷെ എന്നിട്ടൊന്നും വേദനയ്ക്ക് ഒരു കുറവ് വന്നില്ല. കണ്ണുകൾ അടയത്തില്ല, കണ്ണുകൾ ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കും. അതിവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് അലറി കരയാൻ വയ്യ, കൈകാലിട്ട് അടിക്കാൻ വയ്യ, ശരീരമൊക്കെ നീര് കൊണ്ട് വളരെ ഒരു വികൃത രൂപമായെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ രീതിയിലായപ്പോൾ 93-ല് ഹല്ലേലൂയ ഡോക്ടർ ഇങ്ങനെ ആദ്യം പറഞ്ഞു, ശ്രീചിത്രയിലൊന്ന് കൊണ്ടുപോകണം, അത് സ്കാനിങ് ചെയ്യണം. അന്ന് അവിടെ ഉള്ളൂ സ്കാനിങ് എന്ന്, തലയുടെ സ്കാനിങ് എന്ന് പറയുന്ന കേരളത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീചിത്രയിൽ മാത്രമേ ഉള്ളായിരുന്നു 93-ല്. അങ്ങനെ ഡോക്ടർ നിർബന്ധപ്രകാരം ഞങ്ങൾ ശ്രീചിത്രയിലേക്ക് വണ്ടി വിളിച്ചു പോകുവാനിടയായി. കടം മേടിച്ച പൈസ ഒത്തിരി പണമായി, ഒത്തിരി ഒത്തിരി പൈസ. അവിടുന്ന് ഇവിടുന്ന് ബ്ലേഡിൽ നിന്നൊക്കെ പൈസ എടുത്ത് ഒത്തിരിയായി. സകലതും വിറ്റു പറക്കി ഒന്നുമില്ല. ആ അവസ്ഥയിലേക്ക് അവിടെ ചെന്ന് ഡോക്ടർ എന്നെ കണ്ട്, എന്റെ ഞാടി ഞരമ്പുകൾ എന്നെ കണ്ട് പരിശോധിച്ച് ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, കൊണ്ടുപോക്കൂ, ആള് ജീവനോടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ടുവരാം. എനിക്ക് ചെവി കേൾക്കത്തില്ല, ഇവര് പറയുന്നൊന്നും അറിയത്തില്ല, പക്ഷെ അച്ഛനോടാ ഇവര് പറയുന്നത്, കൊണ്ടുപോക്കൂ. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയെന്ന് സമ്മതിച്ച് ഹല്ലേലൂയ ദൈവമക്കള് അത് പോവുക. അന്നേരം ഈ ദേശത്ത് ഒത്തിരി പെന്തക്കോസ്തുകാർ, IPC, ഷാരോണ്, AG, ചർച്ചകൂടെ എല്ലാവരും ഉണ്ട്. അനേക ദൈവദാസന്മാരൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷെ ആരും ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന് ഞങ്ങളുടെ അച്ഛൻ പറയും. എല്ലാരും വന്ന് കണ്ണിന്റെ ഈ കിടപ്പ് കാണുമ്പോൾ എല്ലാവരും അങ്ങ് പോകും. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു ടീച്ചറുണ്ട്, കടവത്തറമലയിൽ എന്ന് പറയുന്നത്. ആ ടീച്ചർ വേച്ചാന ഓർത്തഡോക്സുകാരന. ടീച്ചർ ബന്ധക്കോസിലേക്ക് വന്നിട്ട് 1 വർഷമേ ആയുള്ളൂ. ഇവർ രണ്ടും കൂടെ കടന്നു വന്നെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഒരു രൂപം ഇങ്ങനെ നമുക്ക് കാണാം, പക്ഷെ ആരാണെന്ന് അറിയത്തില്ല. അവര് പറയുന്നത് എന്തുവാന്ന് കേൾക്കത്തില്ല, ചെവിയുടെ കേൾവിയൊക്കെ പോയല്ലോ, അപ്പൊ സംസാരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അച്ഛൻ പറയുന്നു, ആ അച്ഛൻ വന്ന് എന്റെ കാലിൽ ഇങ്ങനെ വെള്ളയെ പിടിച്ചു. കാരണം ഞങ്ങള് ഫെബ്രുവരി 7-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന്, 8-ാം തീയതി രാവിലെയാണ് ഈ അച്ഛനും ടീച്ചറും കൂടെ വന്ന് ഇങ്ങനെ കാലം എന്ന് പറഞ്ഞു. അച്ഛന്റെ പേര് സത്യൻ എന്നാണ്, വീട്ടിൽ വിളിക്കുന്നത് കുട്ടപ്പ എന്നാണ്. അപ്പൊ പിന്നെ ഇളയ മകനായോണ്ട് അവരിട്ട പേരാ. അപ്പൊ പറഞ്ഞു, കുട്ടുപ്പസോര, അത് ഇത് രക്ഷപ്പെടാൻ ചാൻസില്ല, ഇവിടെ അവയവങ്ങളെല്ലാം മരവിച്ചല്ലോ, അത് ജീവശലമായല്ലോ, തണുത്ത് വിറച്ചിരിക്കുന്നല്ലോ, ഇവിടെ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോയി. ആ ടീച്ചർ അച്ഛനോട് പറഞ്ഞു, അത് നീ പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെ വിടിവിക്കും. ആ ടീച്ചറും പ്രാർത്ഥിച്ചില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് അവരും അങ്ങ് പോയി. നാൾ അതിവേദന കൊണ്ട് കിടക്കാൻ വയ്യാത്തൊരു അനുഭവത്തിലെ കണ്ണടയ്ക്കാൻ വയ്യ. എനിക്ക് അന്നേരം അച്ഛൻ പറഞ്ഞു, നമുക്ക് അങ്ങ് മരിക്കുക. എന്റെ വേദന ഇങ്ങനെ കൂടുമ്പോൾ പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ആത്മഹത്യ ചെയ്യാന്ന് പറയും. അപ്പൊ പെട്ടെന്ന് അച്ഛൻ പറയും, എടി നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അന്ന് എനിക്ക് ചെവിക്കൊക്കെ ഇച്ചിരി കേൾവിയുള്ളപ്പോഴാ, തുടക്കത്തിലാ, എടി നമുക്ക് ആത്മഹത്യ ചെയ്യാന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, എടി നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട അവരെങ്ങനെ ജീവിക്കും? ഇല്ല, നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മൾ കുഞ്ഞുങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് വേണ്ട,
നമുക്ക് സഹിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് മരുന്നൊക്കെ കഴിക്കാം. അപ്പോഴും ദൈവമായിട്ട് ഒരു ബന്ധത്തിലും പോകുന്നില്ല, ദൈവം വിടിവിക്കുന്നു ഒന്നും പറയുന്നില്ല. പിന്നെയും വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും കിടപ്പിലായപ്പോഴത്തേക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത വരുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ മുഖം എന്റെ മുഖത്ത് മുമ്പിൽ എന്റെ ഹൃദയത്തിൽ തെളിയും. എനിക്കൊന്നും വയ്യാത്തൊരു അനുഭവത്തില് അതേ ഫെബ്രുവരി മാസം 9-ാം തീയതി അർദ്ധരാത്രിയില് കട്ടിലെ ഇങ്ങനെ കിടക്കുമ്പോൾ ഹൃദയത്തിലും അകത്ത് ഉള്ളിലൊരു ചെറിയ ബോധമുണ്ട്. ആ ബോധത്തിൽ ഇങ്ങനെ ആ ദൈവദാസം വന്ന് എന്നോട് സംസാരിക്കുന്നതായിട്ട് എന്റെ ഹൃദയത്തിൽ അന്നേരം തെളിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ആ ദൈവദാസൻ ഈ ദൈവസന്നി മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് മടങ്ങി വരുന്ന ആ വാക്ക് എന്റെ ഹൃദയത്തിൽ ഒന്ന് പിടിച്ചുലയ്ക്കുവാൻ ഉടനെ ഞാൻ ദൈവത്തോട് ഞാൻ വചനം പഠിച്ച കാര്യങ്ങളും സൺഡേ സ്കൂളിൽ പോയ കാര്യങ്ങളും ഒക്കെ ഒരു TV ചാനലിൽ കാണുന്ന പോലെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരുവാൻ ഇടയായി. പറയട്ടെ, പെട്ടെന്ന് ഞാൻ അവിടെ കിടന്നില്ല, ഹൃദയത്തിൽ സംസാരിക്കാൻ പറ്റില്ല, ഹൃദയത്തിനകത്ത് ഇങ്ങനെ പറയും, കർത്താവായ യേശുവേ, എന്റെ യേശുപ്പച്ച, എനിക്ക് വേദനയില്ലാതെ ഒരു ദിവസം ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ ഞാൻ നിന്റെ മകളായി ജീവിച്ച് നിന്റെ സാക്ഷ്യം വഹിച്ചോളാം എന്ന് പറയുവാൻ ഇടയായി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ എന്റെ അടുത്തുള്ള ഒരാൾ വരുന്നു. ഒരാളുടെ സാന്നിധ്യം എനിക്കറിയാം, പക്ഷെ ആളുടെ മുഖം ഒന്നും ശരിക്കും കാണത്തില്ലെന്നേ ഉള്ളൂ, കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട്. ഒരാൾ ഇങ്ങനെ അടുത്ത് വരുന്നു. അപ്പൊ എന്റെ ധാരണ ഞാനിങ്ങനെ കട്ടിൽ നിറഞ്ഞു കിടക്കുക. കിടന്നപ്പോ എന്നെ ആരെങ്കിലും ചരിച്ചു കിടത്തണം. ഇങ്ങനെ കിടക്കുവാണ്, ഇല്ലെങ്കിൽ രണ്ടുപേരും അപ്പച്ചനും അമ്മയൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ ഇങ്ങനെ ചരിച്ചു കിടത്തും, ഇപ്പുറം ചരിച്ചു കിടത്തും, അല്ല തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്റെ ധാരണ അച്ഛൻ എന്നെ ചരിച്ചു കിടത്താൻ വന്നാണ് ഉള്ളിൽ ഒരു തോന്നൽ. പക്ഷെ അടുത്ത് വന്ന ആൾ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് കേൾക്കാൻ കഴിയില്ല. എന്നെ ആ വ്യക്തി എന്റെ കൈക്ക് പിടിച്ചിട്ട് എന്നെ കട്ടിലേൽ ഇങ്ങനെ കട്ടിലേൽ ഇരുത്തുക. അപ്പൊ ചില വർഷങ്ങളായി ഞാൻ കട്ടിലേൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ വ്യക്തി എന്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചതല്ല, എന്റെ ചെവി കേട്ടു. അപ്പൊ എനിക്കൊരു അതിശയം, ആ വ്യക്തി എന്നോട് എന്തൊക്കെയോ വചനങ്ങൾ പറയാൻ തുടങ്ങി. ആ വചനമൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി. എന്നെ കുറെ കാര്യങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. അതൊക്കെ പഴയ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ വചനം പഠിച്ച കാര്യങ്ങളായി പറയുന്നേ. ഞാൻ നിന്നെ കണ്ടു, ഞാൻ ദൂതനെ നിന്റെ അടുത്ത് അയച്ചു, നീ എന്റെ വാക്ക് കേട്ടില്ല, നീ എന്നിലേക്ക് മടങ്ങി വന്നില്ല, ഇതൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്. എന്നാൽ നിന്നെ ഞാൻ ഇപ്പോൾ സൗഖ്യമാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് അത് യേശു അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമാ ദൈവമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത്രമാത്രം ദൈവമായിട്ട് നമുക്കൊരു അടുപ്പവുമില്ല. ദൈവം ഇങ്ങനെ വചനമായിട്ട് നമുക്ക് അത്ര ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ലോകത്തിന്റെ മുകളിൽ ജീവിക്കുന്ന ദൈവമാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ അറിയാതിരുന്നപ്പോൾ അത് പെട്ടെന്ന് ആ വ്യക്തി എന്റെ കുറെ നേരം എന്റെ കൈക്ക് പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട്, ഈ റൂം തന്നെയാ ഞാൻ ഇരിക്കുന്ന, ഈ റൂമാ, ഈ റൂമിന് വെളിയിലാക്കിട്ട്, അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു വീടാണ്, ബാത്റൂം വെളിയിലാണ്, എന്നെ ഇങ്ങനെ തിണ്ണയ്ക്ക് വരെ നടത്തി കൊണ്ടുപോയിട്ട് പുള്ളി പെട്ടെന്ന് എന്റെ കൈ നിവർത്തി എന്റെ അടുത്ത് നിന്ന് വ്യക്തി അങ്ങ് മാറി. പെട്ടെന്ന് ഞാൻ തന്നെ നടന്ന് വാതിൽ തുറന്ന് വെളിയിലിറങ്ങി ബാത്റൂമിൽ പോയി. അപ്പൊ ഞാൻ രോഗിയായി കിടന്നാണെന്ന് ഈ വേദനയൊന്നും എനിക്ക് അന്നേരം ഒന്നും തോന്നുന്നില്ല. പോയി അപ്പൊ അവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങ് വെളുപ്പിനെയാന്ന് തോന്നുന്നു, ഞാൻ അങ്ങ് കുളിച്ചു. ചില നാളുകൾക്ക് വരെ ശരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചു. പെട്ടെന്ന് അച്ഛനൊക്കെ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം, അത് ഫെബ്രുവരി മാസം 93, ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. വെളുപ്പിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവരും എഴുന്നപ്പോൾ കട്ടിലെ ഞാനില്ല. ആർക്കും ഭയമായി. അപ്പൊ അച്ഛനൊക്കെ എന്റെ 2 ദിവസം വന്ന് അച്ഛനൊക്കെ വന്ന് അന്ത്യകൂദാശയൊക്കെ തന്നിട്ടേക്കുവാ. ഇവളെവിടെ പോയി, ഇവളെ ആരെടുത്തോണ്ട് പോയി, രണ്ടുപേരൊന്നും പൊക്കിയാൽ പോകത്തില്ല. അതുപോലെ വണ്ണവും നീരുമായി കിടക്കുന്ന ഞാൻ, അയ്യോ എന്ത് പറ്റി, വിളിച്ചപ്പോ ഞാൻ വിളി കേട്ടുകയും ഞാൻ ബാത്റൂമിലാന്ന് പറയുകയും ചെയ്തു. അതെ, പെട്ടെന്ന് അമ്മ പറഞ്ഞു, എടാ അത് മോനെ അച്ഛനെ വിളിക്ക, ഇതിങ്ങനെ മരിക്കാൻ സമയമാകുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് ഒരു കുറവ് വരും, അത് ഇങ്ങനെ, അതുകൊണ്ട് നീ വിളിക്കുക. ഓ വേണ്ടമ്മേ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഒരു അപ്പച്ചൻ പറഞ്ഞു, എടാ നീ ഒന്ന് ഓടി ചെല്ലാൻ പറഞ്ഞു. എല്ലാവരും ഓടി വന്നപ്പോ ഞാൻ നീ കുളിച്ചോ, രാവിലെ തണുത്ത വെള്ളം കുളിച്ചു. അപ്പൊ ഞാൻ സംസാരിച്ചു, എല്ലാവർക്കും അതിശയമായി. അപ്പൊ കാറ് വന്ന് പോകാൻ ഞാൻ പറഞ്ഞ പൈസ ഇല്ലല്ലോ നമ്മുടെ ഇത്രയ്ക്ക് പോകാൻ, അതുകൊണ്ട് കാറിന് പോകണ്ട, നമുക്ക് വെളുപ്പിന് ഇപ്പൊ 4:30-5 ഒരു ബസ്സുണ്ട്, നമുക്ക് അതിന് പോകാം എന്ന് പറഞ്ഞു. എടി എങ്ങനെ പോകും, സാരമില്ല നമുക്ക് പോവാം, കുഞ്ഞുങ്ങൾ ഉറക്കമായിരുന്നു, ഞങ്ങൾ ബസ്സിന് പോകാൻ ഇവിടുന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ്. അവിടോട്ട് ഇറങ്ങി ചെന്നപ്പോ ഞാൻ നടക്കുക. അപ്പൊ എന്നെ കാണാൻ ഒത്തിരി പേര് ഹിന്ദുക്കളാണ് ഏറിയപ്പോൾ. അവരൊക്കെ വന്ന് റോഡ് ഇങ്ങനെ വന്ന് നിൽക്കും എന്നെ കാണാൻ. അപ്പൊ ഈ അറിഞ്ഞിട്ട് വന്ന് ഫോണോ ഒന്നുമില്ല, ഇവിടെ ഒരു സാറിന്റെ വണ്ടിയാ വിളിച്ചിരിക്കുന്നത്. ആ സാറിന്റെ വണ്ടി അങ്ങ് തിരിച്ചു വിട്ടു. അപ്പൊ ആ സാറ് അങ്ങോട്ട് ചെന്നപ്പോ തിരിച്ചു, അവർ നടന്നു ബസ്സിന് പോകാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത്രയും ആകുമെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ വരികയും, അപ്പൊ ഞങ്ങളുടെ സാമ്പത്തികം ഒന്നുമില്ല. അപ്പൊ ആരാണ്ട് പറഞ്ഞു, സാമ്പത്തികം ഒന്നുമില്ല, ഞാനിരിക്കും, അവൻ അവളെ കൊണ്ട് ബസ്സിന് പോകുന്നു പറഞ്ഞ് വന്നവരല്ല അച്ഛന്റെ കയ്യിൽ എന്തോ സാമ്പത്തികമായിട്ട് ഇച്ചിരി നന്മയൊക്കെ കൊടുത്തു പറഞ്ഞു, എടാ ദൈവം ഇവിടെ വിടിവിക്കുമെന്നൊക്കെ, ഈശ്വരൻ വിടിവിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ശ്രീചിത്രയിലേക്ക് കടന്നു ചെന്ന് അന്ന് 9 മണി 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്ന്
അതേ 9 മണിയായപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഒരു കൊച്ചു പയ്യൻ ഇരുന്ന്, ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നുണ്ട്. അതേ കൊച്ചൊരു പയ്യൻ ഇരുന്ന്, ഏകദേശം ഒരു 10 വയസ്സ് താഴെയുള്ള ഒരു കുഞ്ഞ്. അതിന് ഇതേ തലയ്ക്കകത്ത് വേദനയായിട്ട് ശരീരമെല്ലാം നീര് കൊണ്ടിരിക്കും. അതിന്റെ തല സ്കാൻ ചെയ്തപ്പോ എന്റെ കഴിഞ്ഞാണ് അവന്റെ ബുക്ക് ചെയ്തേക്കുന്നത്. എന്റെ തല സ്കാൻ ചെയ്യാൻ കയറ്റി സ്കാൻ ചെയ്ത് ഇറക്കിയപ്പോൾ ഡോക്ടർ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അതേ 3 മണിക്കൂർ കൊണ്ട് ഈ ആള് മരിച്ചു പോകും, തലച്ചോറിന്റെ പ്രവർത്തനം ഏകദേശം നിന്ന് കഴിഞ്ഞു, നിങ്ങൾ എങ്ങനെയാ വന്നേ? അപ്പം പറഞ്ഞു, ഞങ്ങൾ ബസ്സിനാ വന്നു. ഇവിടെ വണ്ടി ഉടനെ അച്ഛനെ കൊണ്ട് ആംബുലൻസ് ബുക്ക് ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഏതായാലും ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞേ ഇവിടെയും കൊണ്ട് പോകുന്നുള്ളൂ, ഞങ്ങൾക്ക് അവിടെ കിടക്കാനുള്ള ഒരു അവസരമൊക്കെ ഒരുക്കി തന്നു. പിന്നെ ഡോക്ടർ ഒന്നുകൂടെ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങി കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും? എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. ചില വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 1 വർഷത്തിന് ശേഷം ഞാൻ പറയാം എനിക്ക് വിശക്കുന്നെന്ന്. അപ്പൊ എന്റെ അടുത്ത് ഈ ആള് വന്നതും എന്റെ തലയെ തൊട്ടതും ഒന്നും എന്റെ ദേഹം എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു ഒന്നും ഞാൻ പറയുന്നില്ലെന്നാ ഉള്ളതാ. ഒരു പറയാൻ എന്തോ ഒരു ധൈര്യക്കുറവ് പോലെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ആരോട് പറയും? ഇത് മനസ്സിൽ ഇങ്ങനെ ഇത് കേൾക്കാം. എനിക്ക് സൗഖ്യം തന്നു 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 എന്ന് എന്നോട് പറഞ്ഞ ആ വചനം ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ കിടന്നങ്ങ് തുള്ളുക. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് പോലെ പ്രാപിച്ചു. ഏതായാലും തൊട്ടടുത്ത് ചെന്ന ഒരു കാപ്പി ഒരു അപ്പവും തിന്നു. അത് തിരിച്ചു വന്നപ്പോ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൂടെ തല സ്കാൻ ചെയ്തു. ഇനി ഡോക്ടർ എന്റെ സാമ്പത്തികമില്ല, എങ്ങനെ ഇവിടം വരെ വന്നെന്ന് എനിക്കറിയില്ല, തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, വണ്ടിക്കൊന്നും കൊടുക്കാനില്ല, ആഭരണം പോലും ഇല്ല, ഇവിടെ കഴുത്തെ കിടക്കുന്ന ഈ മിന്നുമാലയും ഒരു മോതിരം, അച്ഛൻ വാഴ്ത്തിയ ഒരു മോതിരം മാത്രമേ ഉള്ളൂ എന്ന് പറയും. കാതിലൊരു ചെറിയ മുട്ടും, അല്ല അതൊന്നും ഇല്ല, എല്ലാം വിറ്റതാ, ഇനിയൊന്നുമില്ല, വീട്ടിൽ ചെല്ലണമെങ്കിൽ ഏതേലും പണയം വെക്കോ വിറ്റാലേ വണ്ടിക്ക് കാശ് കൊടുക്കാനോ പോകുള്ളൂ, ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാമ്പത്തികം എന്തേ ഉള്ളൂ, എനിക്ക് 2 കോടിക്ക് വെച്ചിട്ടുള്ള. അത് നമ്മൾ ഡോക്ടർ പറഞ്ഞില്ല, നമുക്ക് ഒന്നുകൂടെ ചെയ്യാവുന്ന, ഞങ്ങളോട് ആരോ മനസ്സിലങ്ങ് തോന്നിക്കുക ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ സ്കാൻ ചെയ്യും. ആ പയ്യനെ മാറ്റിയിട്ട് എന്നെ തല സ്കാൻ ചെയ്ത് 2 സ്കാനിങ് റിപ്പോർട്ടും വെച്ചുകൊണ്ട് ഡോക്ടർമാർ അത്ഭുതം കൂറുവാറ് പറയാണ്, ഒറ്റ 1.5 മണിക്കൂർ കൂടി തലച്ചോറിന്റെ പ്രവർത്തനത്തെ വീണ്ടെടുക്കുവാനും ഇത് മാറ്റിയെടുക്കുവാനും എങ്ങനെ സാധിച്ചെന്ന് അവർക്ക് അറിയാത്തൊരു അത്ഭുത വിഷയമാക്കി ദൈവം തീർക്കുവാനിടയായി. പറയട്ടെ, പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരികയാണ്. അതേ തീമത്തിയോസിന്റെ ലേഖന 2-ാം അധ്യായത്തിൽ 2 തീമത്തിയോസ് 2-ന്റെ അതേ 12 ഇങ്ങനെ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനീതി ആ ദിവസം വരെ കാക്കുവാൻ ശക്തൻ. ഈ വചനം എന്നെ അങ്ങ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഈ വചനം എന്നോട് സംസാരിക്കുക, ഈ വചനം എന്നെ, ഞാനങ്ങ് ആത്മാവിൽ എന്താണെന്ന് അറിയത്തില്ല, എന്റെ ശരീരം മുഴുവൻ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വേർത്തിട്ട ഈ നീര് മുഴുവൻ വേർപ്പിൽ കൂടെ പോയിട്ട് ഞാൻ എങ്ങനെ പണ്ടായിരുന്നു അതുപോലെ ആയിത്തീരുവാൻ ഇടയായി. എന്റെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്തി. 116 സങ്കീർത്തനം എന്നോട് ഇടപെടുക, മർമ്മഭാസ്യങ്ങൾ എന്നെ പിടിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, കഷ്ടവും സങ്കടവും അനുഭവിച്ചു, എന്റെ പ്രാണൻ യഹോവയുടെ. അപ്പൊ ഇങ്ങനെ ഈ വചനങ്ങൾ എന്നോട്, ഇത് എവിടുത്തെ വചനമോ ഇത് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇതൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ച് എന്നെ അങ്ങ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ ദൈവം എന്നോട് ഇടപെടും, എന്നോട് ദൈവസാന്നിധ്യം എന്റെ മേൽ അങ്ങ് ഇരിക്കുക വലിയൊരു. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ കൊണ്ടുവരണം. അപ്പൊ ഞങ്ങൾ കുറെ വർഷം തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിവേകാനന്ദ പാറ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അന്ന് കൊണ്ടുപോകാൻ ഒത്തില്ല. അപ്പൊ അച്ഛൻ കൊടുത്ത് 2 ദിവസത്തിനകം ഇവിടെ മരിച്ചു പോകുമല്ലോ, ഒരു കാർ കൊടുത്ത്, എങ്ങനെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവിടെ, അവനെ വിളിച്ചു വരുത്തി അവന്റെ കാറേല് അവൻ ഫ്രീ ആയിട്ട് കാറേ കൊണ്ടുപോയി. അവനൊരു ഭാര്യയും ഞാൻ വെച്ചാലും കൂടെ ഇവിടെ എല്ലാം കൊണ്ട് കാണിച്ചിട്ട് എന്റെ തലയ്ക്ക് എത്ര അനങ്ങിയാലും എന്റെ തലയ്ക്ക് ഒരു കുഴപ്പമില്ല, വേദനയില്ല, ഛർദിലില്ല, മറ്റേ ഛർദില ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവരോട് പറയുന്നില്ല, ദൈവം പിടിവിച്ചൊന്നും ഒന്നും പറയില്ല, പറയാനൊരു ധൈര്യക്കുറവ് പോലെ എന്തോ ഒരു ഇതുപോലെ. എന്നാ തിരിച്ചു വന്നു. ഡോക്ടർ കുറെ മരുന്ന്, അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു, മരുന്ന് വന്നിട്ട് പറഞ്ഞു, അതേ തല നനയ്ക്കരുതേ, പനി പിടിപ്പിക്കരുതേ, തലേ ഭാരം എടുക്കരുതേ, പിന്നെ മനപ്രയാസമുള്ള ഒന്നും പറയൂ ഈ വ്യക്തിയോട് പറയുവോ, ഈ വ്യക്തിയുടെ കേക്ക് പറയുവോ, ഈ വ്യക്തിക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതും ചെയ്യുവോ ഒന്നും കാണുകയോ ചെയ്യരുത് എന്ന് പറയാം. അതങ്ങ് ഉറപ്പിച്ചു പറയുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നും, മുഖത്തിന് കണ്ണിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്ന കാണുമ്പോഴേ, മുഖത്തിനൊരു വ്യത്യാസം വരുമ്പോഴേ പെട്ടെന്ന് കൊണ്ടുപോരണം, എല്ലാ മാസവും ചെക്കപ്പിന് വരണമെന്നൊക്കെ പറയും. ഇതൊരു പെട്ടെന്ന് ഒരു എന്തോ ഒരു ചേഞ്ച് വന്നതാ, പക്ഷെ ഇയാളുടെ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞു വിടുവാനിടയായി. എന്നാൽ ശ്രീചിത്രയുടെ ഫ്രണ്ടിൽ, അത് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട്, ഒരു മരുന്ന് വാങ്ങാൻ ഒരു മെഡിക്കൽ സ്റ്റോർ നിന്ന് അവിടെ കയറും. ഞാൻ പറഞ്ഞാൽ അതിങ്ങോട്ട് തന്നെ ഞാനൊന്ന് നോക്കട്ടെ, അത് നിനക്ക് വായിക്കാൻ അറിയാവോ? ഞാൻ വായിക്കാൻ അറിയത്തില്ല, നോക്കാമല്ലോ എത്ര മരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞത് വാങ്ങി. അവിടെ നിന്ന് അച്ഛൻ ആ കടയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇതിങ്ങനെ വലിച്ചു കീറിയിട്ട് എന്തോ എനിക്കന്ന് അതൊരു തോന്നുന്നു, നീ എന്തിനാ ഇത് ചെയ്തേ? എനിക്ക് മരുന്നൊന്നും വേണ്ട, എനിക്ക് യേശു എന്നെ വിടിവിച്ചു, ഇത് തന്നെ പറഞ്ഞു. പുള്ളി അങ്ങ് അന്തം വിട്ടിരിക്കും, ഇവളെന്തോ ഈ പറയുന്നേ. ഒടി ഞങ്ങൾ തിരിച്ച് ബസ് കയറി, ഈ നാട്ടുകാർ
നിൽക്കുക. ഞാൻ ആ പഴയ എങ്ങനെ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നോ അതേ രീതിയിൽ നീരൊക്കെ പോയി, അതേ രീതിയിൽ എന്റേതാണ് മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനങ്കല പോലെ എനിക്ക് മുടിയായിരുന്നു. എന്റെ ഈ തലച്ചോറിനകത്ത് ഈ അസുഖം വന്നു. ഈ അസുഖം വന്നേ പിന്നെ എന്റെ മുടിയെല്ലാം പൊഴിഞ്ഞ ഒരു മൊട്ട പോലെ ആയ അവസ്ഥ. എന്നാൽ എല്ലാവർക്കും എന്നെ അങ്ങ് കാണുന്ന അതിശയമായി. അപ്പൊ ഞങ്ങളൊരു തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തേക്കാണ് വന്നത്. പിറ്റേ ദിവസം പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് എനിക്ക് ദൈവത്തെ പ്രാർത്ഥിക്കണം, ആരാധിക്കണം. എനിക്ക് ഈ ഒരു ചിന്ത എന്റെ ഉള്ളിൽ അങ്ങ് നിന്നിട്ട് എനിക്ക് സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഇത്രയും ലോകത്തിന്റെ മോഹങ്ങളില്, ലോകത്തിന്റെ ഇമ്പങ്ങളില്, ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചപ്പോൾ, അത് രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ചപ്പോൾ ലഭിക്കാത്ത ഒരു സന്തോഷം ആ ദിവസങ്ങൾ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കുക. ആത്മാവിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം, ഒരു സമാധാനം. ആ ദൈവത്തെ അങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അറിയാത്തതോ മഹത്വവും അഗോചരമായ കാര്യങ്ങൾ ദൈവം വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തുക. ഇത് വചനത്തിലാണോ, ഇത് എവിടാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഞാനങ്ങ് അങ്ങ് ചിരിക്കുക. അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങ് കണ്ണു നിറഞ്ഞങ്ങ് ചിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയാം. അത് ഞായറാഴ്ച ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ അടുത്ത ആ പാഷ് വന്നല്ലേ എന്നെ ഒന്ന് കാണാൻ, ഞാൻ അവിടോട്ട് പോയി എന്നെ ഒന്ന് സാക്ഷി പറഞ്ഞോട്ടെന്ന്. അപ്പൊ ഡോക്ടർ ഈ പറഞ്ഞ വാക്ക് എന്നെ മനസ്സിന് ഭാരം തട്ടുന്ന ഒന്നും പറയുവോ പ്രവർത്തിക്കുവോ കാണിക്കുവോ ഒന്നും ചെയ്യരുത് പറഞ്ഞാൽ ഈ അസുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പുള്ളി എന്നോട് ഒന്നും മറന്നു. എന്നാ നീ പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ല. ഞാൻ അവിടെ ചെന്ന് അന്നെന്റെ മോക്ക് 2-2.25 വയസ്സേ ഉള്ളൂ. 2.5 വയസ്സോളം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഈ സാറിന്റെ കൂടാണ് ഞാൻ പോയത്. സാറിനോട് വെച്ച് പറഞ്ഞു, സാറും ഞാനും കൂടെ അവിടെ ചെന്ന് ഞാൻ അന്ന് ഇത് അനുഭവം ഇങ്ങനെ ദൈവം എന്നെ വിടിപ്പിച്ച കാര്യം സാക്ഷി പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ദൈവവചനം എന്നോട് സംസാരിക്കുകയും അതെന്റെ ജീവിതത്തിൽ പിറ്റേ ആഴ്ചയിലും പോയി, 3-ാമത്തെ ആഴ്ച പോയി. ആ ഫെബ്രുവരി മാസം മൊത്തം പോയി. മാർച്ച് ഒരു പകുതി വരെ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട് അങ്ങ് ഇളകി. ഞങ്ങളുടെ അപ്പച്ചനും അമ്മയും ഇളകി. എന്റെ സഹോദരൻ, ഒരു ആകെ ഒരു സഹോദരനേ ഉള്ളൂ, അവ ഇളകി. ഞങ്ങളുടെ അമ്മ എന്റെ അച്ഛന്റെ അമ്മ പറഞ്ഞു, അയ്യോ ഇവള് പെന്തക്കോസിൽ പോയാ ഇനി ജീവനോട് ഇനി ഇവളെ വേണ്ട. പെന്തക്കോസുകാരെ കാണുന്ന ഗർവാ. പെന്തക്കോസിലോട്ട് ഇവിടെ പള്ളിയില്ലാഞ്ഞാണോ അവൾ അവിടെ സാക്ഷി പറയാനും അവിടെ പ്രാർത്ഥിക്കാനും പോയി അവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഭയങ്കര. അച്ഛനൊന്നും മിണ്ടത്തില്ല. ഈ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ പുള്ളിയുടെ മനസ്സിൽ ഇരിക്കുന്നോണ്ട് പുള്ളി ഒന്നും മിണ്ട. അത് ദൈവം എനിക്ക് മുന്നമേ തന്നൊരു കരുതല, ഒരു കാവല, ഒരു കൃപയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇങ്ങനെ വല്ല അച്ഛനൊന്നും എന്നെ വിലക്കാനൊക്കത്തില്ല, പോകാൻ പറയത്തില്ല. ആകെ പ്രശ്നമായി. എന്റെ അമ്മ പറഞ്ഞു, അമ്മായിയമ്മ പറഞ്ഞ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കാൻ പറഞ്ഞു. ബന്ധക്കോസിൽ പോയ ഉടനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പോകുമ്പോ അവിടെ കൈതമുള്ള വെട്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കും എന്നെ അടിക്കാൻ. എന്നിട്ട് ദൈവം എന്നോട് പറയും, അതുവഴി പോകരുതെന്ന് പറയും. ഞാൻ ഈ വഴി പോകും. ഒരു ദിവസം ചാണകം കലക്കി വെച്ചു എന്റെ ദേഹത്തൊഴിക്കുക. ദൈവം പറഞ്ഞു, ആ ചാണകം കലക്കി ഒഴിച്ചു. ഒരു ദിവസം റബ്ബർ വെട്ടിക്കൊണ്ട് വന്ന് പാൽ ഇങ്ങനെ ഒഴിക്കാതെ വെച്ചിരിക്കുക. ഞാൻ അതിലെ പോകുമ്പോ എന്റെ തലവഴി ഒഴിക്കാൻ. അങ്ങനെ ഒത്തിരി കഷ്ടത ജീവിതത്തിൽ അടിക്കാൻ തുടങ്ങി. അച്ഛൻ ഒന്നും മിണ്ടത്തില്ല. അച്ഛനും എന്നെ വിലക്കാനൊക്കത്തില്ല. അപ്പച്ചനും അമ്മയും പറയുന്ന, സഹോദരങ്ങൾ പറയുന്ന, അവർക്കെതിരെ പറയാനും വയ്യാത്ത ഒരു അനുഭവത്തിൽ ഇരിക്കും. പക്ഷെ എനിക്ക് ഞാൻ പറയുന്നു, ഞാൻ മരിച്ചു പോയെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ കാണാന്, അവരുടെ ചിരിയും കളിയും കാണുവാനും അവരുടെ വളർച്ച കാണുവാനും എന്റെ അച്ഛനോട് ജീവിക്കുവാനും ഈ ഭൂമിയിൽ കാണുവാനും ദൈവമാണ് എനിക്ക് അവസരം ഒരുക്കി തന്നെ. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, എന്റെ കേൾവി നഷ്ടപ്പെട്ടു, എന്റെ സംസാരശേഷി നഷ്ടപ്പെട്ട എനിക്ക് ദൈവമാണ് എന്നെ സൗഖ്യം. അതുകൊണ്ട് ഈ ലോകത്തിലെ വിഷയങ്ങളൊന്നും പ്രതികൂലമെന്നും എനിക്കൊരു വിഷയമേ അല്ല. ഞാനിതൊന്നും അത്ര കാര്യമാക്കുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ആടൊക്കെ ഉണ്ട്. ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ അമ്മ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ ഈ ബൈബിൾ എടുത്ത് ഇങ്ങനെ കഷത്തിൽ വെച്ച് പാത്ത് വെച്ചിട്ട് ആടിനെയും കൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ഒരു മല. ആ മലയുടെ മണ്ടയ്ക്ക് റബ്ബറിന്റെ ചോട്ടിൽ പോയി കുത്തിയിരുന്ന് മുട്ടുമേലിരുന്ന് കരയും, പ്രാർത്ഥിക്കാൻ എനിക്കറിയാവുന്ന പോലെ. എന്നാൽ സ്നാനപ്പെട്ടതൊന്നുമില്ല, പ്രാർത്ഥിക്കുക. അങ്ങനെ ചില മാസം കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് സ്നാനത്തെ കുറിച്ച് എന്നോട് പറയുക, എന്നെ കാണിക്കുക. അന്ന് ഞാൻ പോകുന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ പാഷു പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അന്ന് പറമ്പത്തെ വേച്ചാന്ന് പറയാൻ ഷാരോണിന്റെ പറമ്പത്തെ വേച്ച ഭയങ്കര കൺവെൻഷൻ പ്രാസിങ്ങനെ നല്ല ദൈവമുള്ള ഒരു പാസ്റ്ററാണ്. അത് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററായിരുന്നു. അപ്പൊ ആ പുള്ളിയുടെ ആ പാസ്റ്റർ വീടിന്റെ താഴെയാണ് സ്നാനക്കോളം. അങ്ങനെ ഞാൻ ഏപ്രിൽ 4-ാം തീയതി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടും. അതെന്തിനാ സ്നാനപ്പെടുന്നത്, അതെന്തുവാ സ്നാനം? അപ്പൊ ഞാൻ വചനമൊക്കെ എടുത്ത് കാണിച്ചു. സ്നാനപ്പെട്ടാലേ ദൈവം അംഗീകരിക്കത്തുള്ളൂ എന്നൊക്കെ പറയാം. എന്നാ ശരി ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സാരി വേണം. അതൊക്കെ എനിക്ക് മേടിച്ചു തന്നു. എല്ലാം മേടിച്ചു തന്നിട്ട് പറഞ്ഞു, ഞങ്ങളാരും കൂടെ വരികയില്ല, നീ വേണേ പിള്ളേരെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇപ്പം കൊണ്ടുപോകാൻ ഒക്കത്തില്ല, ഞാൻ തന്നെ പോയി. നീ എന്നാ തന്നെ പോയാ. ഞാൻ ബസ് കയറി ഇങ്ങനെ കിടങ്ങന്നൂരോട്ട് ബസ്സിൽ കയറിയപ്പോ
അപ്പൊ കുറെ കുഞ്ഞുങ്ങൾ കുരുത്തോലെ പിടിച്ചോണ്ട് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ബസ്സിൽ നിന്നാണ് ചോദിച്ചു ഇന്നെന്താ ഒരു പ്രത്യേകത. അന്നേരം അവരെന്നോട് ഇന്ന് അമ്മമ്മ ഇന്ന് ഓശാന ഞായറാഴ്ചയാ എന്ന് പറഞ്ഞു. ഏപ്രിൽ 4-ാം തീയതി 93. അതെ, ഏപ്രിൽ 4-ാം തീയതി ഓശാന ഞായറാഴ്ച. വെള്ളത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വെള്ളത്തിൽ വെച്ച് മുങ്ങി പൊങ്ങി അതെന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ നീ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കാന്നുള്ള വാക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവിടെ വെച്ച് നിറയുവാൻ അന്യ ഭാഷയിൽ ആ വെള്ളത്തിൽ നിന്ന് അത് ശക്തമായി ദൈവത്തെ ആ ദൈവദാസന് ഞങ്ങൾ ഒരുമിച്ച് കരയ്ക്ക് നിന്ന ദൈവദാസന്മാരും ദൈവമക്കളൊക്കെ കരമടിച്ച് വലിയൊരു ആരാധന പോലെ അവിടെ മുഴങ്ങുവാൻ ദൈവം സഹായിച്ചു. ഒടുവിൽ അന്ന് സഭയുടെ നടുവിൽ ദൈവം കർത്താവിന്റെ ദാസൻ പറഞ്ഞു ഇതുപോലെ പുള്ളി എവിടെ അന്ന് ദൈവവചനം സംസാരിച്ചാലും പറയും അതെ ഞാൻ ഇതിനു മുമ്പേ ഇതുപോലൊരു സ്നാനം ചെയ്തിട്ടുമില്ല, അതിന് തിങ്കളും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് അഭിഷേകം നിറയുക, കരയിൽ നിന്നവരില്ല കണ്ടു നിന്നവർ അഭിഷേകം നിറയുക. അതൊരു വല്ലാത്ത അനുഭവത്തിലേക്ക് ദൈവം നടന്നു. അന്നിരുന്ന ദൈവാസം പറഞ്ഞ നിങ്ങൾ കുറച്ചു പേരിരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പൊ ദൈവം കൃപകളാൽ നിറയ്ക്കുമെന്ന് ഇങ്ങനെ ഒരു ദൂത് വന്ന് ഞങ്ങളുടെ തൊട്ടുള്ള ടീച്ചറുടെ വീട്ടിൽ ഞങ്ങൾ ഒരു 10-15 സ്ത്രീകളെല്ലാം കൂടെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കുവാൻ ഇടയായി. രോഗശാന്തിയാലും ഭൂതശാന്തിയാലും പ്രവചനത്താലും ദൈവം നിറയ്ക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ വേലയിൽ ഇറങ്ങുവാൻ ദൈവസനി പൂർണ്ണമായി. എന്നാൽ പ്രതികൂലത്തിന് യാതൊരു കുറവും വന്നില്ല. പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ തുടങ്ങി. ഭവനത്തിൽ പ്രശ്നമായി അച്ഛൻ ശക്തമായി എതിർക്കുവാൻ തുടങ്ങി. ഇനി ഇവിടുന്ന് ആരാധനയ്ക്ക് പോകരുതെന്ന് വ്യക്തമായി താക്കീത് നൽകുവാൻ ഇടയായി. കരയുവാൻ തുടങ്ങി. അത് രാവിലെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ജോലിയുണ്ട്, ബാങ്ക് ജോലിയാണ്. കുഞ്ഞുങ്ങളെ നഴ്സറി വിട്ടേച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പോകുന്ന ഒന്നുമില്ല. ഈ രാവിലെ ഒരു കുളി ഒരു ശീലമായുണ്ട്. അമ്മയുടെ ഹിന്ദുവായ അമ്മയുടെ കൂടെ ജീവിച്ചത് കൊണ്ട് അതൊരു ശീലമായി തന്നെ നിന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തേച്ച് വീടിന്റെ കാര്യങ്ങളൊക്കെ അതും ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്നാൽ അച്ചായൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഹല്ലേലൂയ അത് നൈറ്റി തന്നെ, നൈറ്റിയുടെ ബ്ലൗസ് ഇടും. എന്നിട്ട് ബാഗിനകത്തോട്ട് ആരും കാണാതിരിക്കാൻ കവറിനകത്തോട്ട് സാരിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഓട്ടവാ. ആ പോകുന്ന വഴിക്കില്ല സാരി ഉടുക്കുന്നത്. സാരി ഉടുത്ത് തിരിച്ചു വരുമ്പോഴും ആ നൈറ്റി ബാഗിലിരിക്കും. തിരിച്ച് പകുതി വഴിക്ക് വെച്ച് നൈറ്റി സാരി ഊരി ബാഗ് കവറിനകത്ത് വെച്ചിട്ട് നൈറ്റി ഇടും. എന്നിട്ട് ഇങ്ങനെ വരും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ അച്ഛന് ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു 7 ദിവസം. അങ്ങനെ 3-ാമത്തെ ദിവസം വാർത്ത കഴിഞ്ഞപ്പോ താമസിച്ചു പോയി. വന്നപ്പോഴത്തേക്ക് നഴ്സറിയിൽ നിന്ന് മോളിങ്ങി വന്നു. അച്ഛനും ഇങ്ങി വന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് അറിഞ്ഞു. ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പുള്ളി ഒന്നും ഇണ്ടാതെ ബായി കൊടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അപ്പച്ചനും അമ്മയും ചോദിച്ചു എവിടെ പോകണം. ഇവള് ബന്ധക്കോസ്റ്റിൽ പോയി, ഇവള് ബന്ധക്കോസ്റ്റുകാരുമായിട്ട് ജീവിച്ചോട്ടെ, എനിക്ക് ഒരു ബന്ധവും വേണ്ട, എനിക്ക് ബന്ധക്കോസ്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇവിടെ എങ്ങനെ എഴുതിയിട്ട് ഇവളെ ഞാൻ വിലക്കുന്നില്ല, വിലക്കെടുക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു വിലക്കുന്നില്ല, ഇവള് ജീവിച്ചോട്ടെ, ഇവിടെ ഇഷ്ടം പോലെ എന്റെ ഇഷ്ടം പോലെ ഞാനും ജീവിക്കുക എന്ന് പറഞ്ഞു ഇവിടുന്ന് അങ്ങ് പോയി. എനിക്കൊക്കെ സങ്കടം. അപ്പച്ചനും അമ്മ എന്നെ വിട്ട് കുറേ മോൻ ഇറങ്ങി പോയെന്നും പറഞ്ഞ് വളരെ കഷ്ടം. എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതി. ഞാൻ 3 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. ഞാൻ 7 ദിവസം അങ്ങ് ഇരുന്നു ദൈവസേന നീയാണ് എന്നെ വിളിച്ചത്, നീയാണ് എന്നെ സൗഖ്യമാക്കിയത്. നീ ഇതിന് നാളെ 7-ാമത്തെ ഒരു ശനിയാഴ്ചയായിരുന്നു. ഞായറാഴ്ച കൊണ്ട് ആരാധന തീരുവാ. ഞായറാഴ്ച 6-ാം തീയതി രാത്രിയില് ഒരു 12 മണിയായപ്പോ ബെല്ലടിച്ചു. എന്ന് കഥവ് തുറന്നപ്പോ എല്ലിക്കൂടെ ചോദിച്ചു ആരാധന ചോദിച്ചപ്പോ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. കഥവ് തുറന്നു. വളരെ വെപ്രാളത്തിൽ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് അസുഖമൊന്നുമില്ല. ഇല്ല നിനക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നു? ഞാൻ പറഞ്ഞു എനിക്കൊന്നും വന്നില്ല. ഞാനൊരു സ്വപ്നം കണ്ടു, നീ വയ്യാതായി പിന്നെ പഴയതുപോലെ കിടക്കുന്ന ഒരു സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞാൻ ഓടി വരിക. തൃശ്ശൂരെങ്ങാണ്ടായിരുന്നു. ഓടി വരുക. അതുകൊണ്ട് ഞാൻ എങ്ങനെ വന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആശുപത്രിയിൽ പോകണം. ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് അച്ഛനെ കൊണ്ടുവരുവാൻ ഇടയായി. എന്താ എടുക്കുവാന്ന് അറിയണം. ഞാൻ അങ്ങോട്ട് ചില നാളുകൾ കഴിഞ്ഞു. അങ്ങനെ നീ പറഞ്ഞു പിന്നെ അന്നേരം പറഞ്ഞു കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ ഞായറാഴ്ച തൊട്ട് പിന്നെ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ചില മാസങ്ങളും ചില വർഷങ്ങളും ആയി. 1-2 വർഷം, 1 വർഷം എങ്ങാണ്ടേ ആയുള്ളൂ. ആ 1 വർഷം തികയുന്നതിന് മുമ്പ് ഒരു ദിവസം 21 ദിവസം ഉപവാസം നടക്കുക ചർച്ചില്. അപ്പൊ എന്നോട് പറഞ്ഞു നീ അവിടെ എന്തോ എടുക്കുവാന്ന് പറഞ്ഞു. ഞാനും വരുന്നെന്ന് പറഞ്ഞു. ആരാധന തുടങ്ങി പാട്ടിന്റെ സമയമായപ്പോ വന്ന് ഏറ്റവും പുറയിലിരുന്നിട്ട് സ്വത്രാഴ്ചക്ക് മുമ്പ് ഇറങ്ങി പോന്നു. പിറ്റേ ഞായറാഴ്ച പാട്ടിന് മുമ്പേ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആ സ്വത്രാഴ്ച ഇട്ടേച്ചു പോന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ഞായറാഴ്ച ഞങ്ങളോട് ഒന്നിച്ചു വന്നു. അങ്ങനെ പിന്നെ ഒന്നിച്ചു വരവും പോക്കുവായി. പിന്നെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. പക്ഷെ ശത്രുവായവൻ എന്റെ പ്രാണനെ പിന്നെയും തൊടുവാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ പ്രതികൂലം ഞാൻ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കാനോ അത് ശത്രു എന്നെ ഒരു തരത്തിലും
മുന്നോട്ട് വിടുകയില്ലെന്നുള്ള വാദം ഭവനത്തിനെതിരെ യാതൊരു സഹോദരനേ ഉള്ളൂ, എന്നെ ഭവനത്തിൽ കയറ്റത്തില്ല. അങ്ങനെ സഹോദരന്റെ ഭാര്യയെ മത്തോമക്കാരി പുള്ളിക്കാരിയെ ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ പുള്ളിക്കാരനെ എന്റെ സഹോദരൻ എന്നെ കയറ്റത്തില്ല, എന്നെ അവളെ അങ്ങ് ശക്തമായി ഉപദ്രവിക്കുക, എന്നെ കണ്ട എന്നെ ഉപദ്രവിക്കും, വീട്ടിൽ കയറ്റത്തില്ല, ആകെ പ്രശ്നമായി. എന്നാൽ ഇവിടെ അപ്പച്ചനും അമ്മയും അതിലും വലിയ പ്രശ്നം. എന്നാൽ ഇതൊന്നും എനിക്കൊരു വിഷയം വന്നില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ച പ്രകാരം എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളും എന്നോട് ഒരുമിച്ച് ആരാധിക്കുന്നുണ്ട്. മറ്റുള്ള വിഷയങ്ങളൊന്നും എനിക്ക് ദൈവത്തെക്കാൾ വലുതല്ലായിട്ട് തോന്നിയില്ല. അങ്ങനെ ദിവസേന ഇരുന്ന ഒരു ദിവസം അതെ ഞാനൊന്ന് വീഴുവാനിടയാന്ന് പറഞ്ഞ ഈ വീടിനകത്തുനിന്ന് തെന്നി പിള്ളേരെല്ലാം കൂടെ കവർ വീർപ്പിച്ചിട്ട് ആ കുളി കഴിഞ്ഞ് കയറി വന്ന കാല് തെന്നി വീണിട്ട് നടു അവിടെ അടിച്ചിട്ട് തെറിച്ച്, പിന്നെ തിണ്ണയ്ക്ക് നടുവടിച്ചിട്ട് തെറിച്ച് മുറ്റത്ത് പോയി. അന്ന് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നടുവൊക്കെ നീര് കൊണ്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഒടുവിലെ പുഷ്പഗിരിയിലെ ഡോക്ടർ സിംഗിനെ കൊണ്ട് കാണിച്ചു. എക്സ്റേ എടുത്തപ്പോൾ എന്റെ നട്ടെല്ല് പൂർണ്ണമായി തകർന്നു പോയി. പൂർണ്ണമായിട്ട് ഒരു ചുവട്ടടി ഞാൻ നടക്കാതായി. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭാവിയിൽ ഈ നട്ടെല്ല് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. അത് കുഴപ്പം. എന്നെ 3 മാസം വെയിറ്റ് ഇട്ട് അവിടെ കിടക്കുവാനിടയായി. പറയട്ടെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിക്കാം. പിന്നെയും ദൈവം എനിക്ക് അവസരം ഒരുക്കി. ഞാൻ അവിടെ കിടന്ന് എന്റെ നാവിന് കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് ഇട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ അവിടെ വരുന്ന ദൈവം എല്ലാവരോടും കർത്താവിനെ കുറിച്ച്, എന്നെ വിടിവിച്ച കാര്യവും യേശുവിനെ കുറിച്ച് വാതോരാതെ അങ്ങ് എനിക്കെന്റെ യേശുവിനെ പറയാൻ എനിക്ക് നാവ് പോരാ. അതുപോലെ ഞാൻ അങ്ങ് പറയും. എനിക്ക് എന്റെ ദൈവത്തെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അതാണ് എങ്ങനെ ഇഷ്ടം പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ശക്തമായി ദൈവസന്നിധിയിൽ അവരോടെല്ലാം വചനം പറഞ്ഞു. അതിൽ 10-20 പേര് മാനസാന്തരപ്പെടുകയും ഒരു 9 പേര് സ്നാനപ്പെട്ടതിന് അവരോടൊപ്പം പോയി അവർ സ്നാനപ്പെട്ടപ്പോൾ ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞ് വന്ന് കാണുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അവനെ ആ ഹോസ്പിറ്റലുകൾ ഒരു അച്ഛനെ മാനസാന്തരപ്പെടുവാനിടയായി. 2 മുസ്ലിം സഹോദരന്മാർ മാനസാന്തരപ്പെട്ടു. അങ്ങനെ അനേക ഹിന്ദുക്കൾ മാനസാന്തരപ്പെട്ടു. അങ്ങനെ ദൈവം എന്നെ അവിടെ ആക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദൈവം എനിക്ക് ആ വീഴ്ച തന്നത് ദൈവത്തിന് നന്ദി. കഷ്ടതയിലായിരുന്നു എനിക്ക് ഏറെ ഗുണമായെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ കരം എന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനിടയാൽ അനേകരെ ദൈവകൃപയിലേക്ക് കൊണ്ടുപോകാൻ അപ്പൊ ദൈവത്തിന് ഉദ്ദേശമാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഭവന ഡോക്ടർ ഇങ്ങനെ വിധി എഴുതി 6 മാസത്തിൽ കൂടെ ഞാൻ എഴുന്നേറ്റ് നടക്കത്തില്ല, എന്റെ നട്ടെല്ല് തകർന്ന് ഒന്നും ചെയ്യാൻ പറ്റരുത്. പക്ഷെ ഇന്ന് പറയട്ടെ, ദൈവജനമേ, ഹല്ലേലൂയ, 31 വർഷമായി ഞാൻ ആ നട്ടെല്ലിന് കുഴപ്പമായിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട് ഇതുവരെ വീണുമില്ല, തകർന്നുമില്ല, നടക്കാതിരിക്കാൻ ഒരു കുഴപ്പവും ദൈവം സംഭവിച്ചില്ല. എന്റെ തലച്ചോറിനകത്ത് ദൈവം സൗഖ്യമാക്കിയിട്ട് ഇന്ന് 33 വർഷമായി. അല്ലേ, ഈ ഫെബ്രുവരി ആകുമ്പോൾ 33 വർഷം കഴിഞ്ഞ് 34 വർഷമായി. ഇതുവരെ ആ തലച്ചോറിന് ഒരു മരുന്ന് കഴിക്കുകയോ ആ വേദന എനിക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതിന് ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടുമില്ല. ഒന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ദൈവം ഒരുവനെ സൗഖ്യമാക്കിയാൽ അത് സൗഖ്യമാണ്. ദൈവം തൊട്ടാൽ തൊട്ടത് തന്നെയാ, അതിനപ്പുറം ഒന്നുമില്ല. ചിലര് പറയും പിന്നെ അത് വന്നു, അത് വരില്ല. അതെനിക്ക് ഉറപ്പാ. എന്റെ ജീവിതത്തിന്റെ അനുഭവം ഈ 2 വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ പിന്നെയും പിശാച് എന്നെ വിടാൻ അനുവദിച്ചില്ല. പിന്നെയും പ്രതികൂലത്തിന്റെ കാറ്റുകൾ മരണമായ എന്റെ ജീവിതത്തെ ഞാനും എന്റെ കുഞ്ഞുങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 21 ദിവസം കഴിഞ്ഞിട്ട്, അന്ന് സഭകളിലൊന്നും ഫുഡൊന്നുമില്ല, സഭയെ വെച്ചായിരുന്നു ഉപവാസം കഴിഞ്ഞ് ഞങ്ങൾ സന്ധ്യയ്ക്കും ഞങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ പഞ്ചായത്ത് റോഡാ, ഒരു ഗ്രാമപ്രദേശം പോലെ. അവിടെ ഇങ്ങനെ നമുക്ക് കുറെ റബ്ബറും ഒക്കെയാ നിങ്ങളുടെ സന്ധ്യയ്ക്കാ വന്നത്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ലൈറ്റും ഒന്നുമില്ല. അങ്ങനെ വന്ന് ഞാൻ എന്തിന്റെയോ പുറത്ത് ചവിട്ടി. ഇതെന്നെ തിരിച്ചെന്തോ. ഞാൻ പറഞ്ഞു, മോനെ എന്തുകൊണ്ടാ പുറത്ത് ചവിട്ടി? അമ്മയുടെ കാലിൽ എന്തോ കുത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ മോനുണ്ടായിരുന്നു, അവന് നോക്കിയപ്പം പറഞ്ഞു, അമ്മേ പാമ്പ് പോകുന്നെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കും, പാമ്പല്ലായിരിക്കും, അരണയായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, 1 മണിക്കൂറെങ്ങാണ്ട് കഴിച്ചു. ഞങ്ങൾ കഴിഞ്ഞു പ്രാർത്ഥിക്കാനിരുന്നതല്ല, എന്റെ നാവ് കുഴയാൻ തുടങ്ങി. എന്റെ ശരീരം മുഴുവൻ നീല കളറായി. എന്റെ നാവൊക്കെ നീലം എങ്ങനെ മെഴുകും, അത് കറുത്ത നീല കളറ്. അതുപോലെ പല്ലും നാക്കും കണ്ണും എല്ലാം നഖവും എല്ലാം. ഉടനെയാണ് മോൻ പറയുന്നു, എടാ എന്താടാ അമ്മയ്ക്ക് എന്താ പറ്റിയടാ, അമ്മ എന്താടാ നീലവെള്ളത്തിൽ കുളിച്ചോന്ന് ചോദിച്ചപ്പോ, ഇല്ല അച്ഛേ, അമ്മ പാമ്പിന്റെ പുറത്ത് ചവിട്ടി അമ്മയെ കടിച്ചെന്ന് നോക്കിയപ്പോ എന്റെ അണിവരലേക്കാൾ കൊച്ചു വിരലെ 2 പല്ലിറങ്ങിയിട്ടുണ്ട്, ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോഴത്തേക്ക് വളരെ അവസ്ഥയിലേക്ക് ഞാൻ വന്ന് കുഴഞ്ഞു വീഴുവാനിടയായി. പെട്ടെന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ കാറൊക്കെ കിട്ടണമെങ്കിൽ അങ്ങ് അക്കരെ ഒരു ഹിന്ദുക്കളുടെ വീട്ടിലെ ഒരു കാറുള്ളൂ, പുള്ളിയെ കാർ ഓട്ടം അവിടോട്ട് വിളിക്കാൻ പോയപ്പോ എന്റെ മകൾക്കന്ന് 4-4.5 വയസ്സ് 5 വയസ്സെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു.
അവള് ഇങ്ങനെ അച്ഛന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നെന്ന്. ഇവര് 3 പേരും കൂടെ എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ദൈവസേന സ്തോത്രം മാത്രം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞില്ല. കുഞ്ഞല്ലേ, കുഞ്ഞുങ്ങൾ അച്ഛനും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇവരിങ്ങനെ കൈക്ക് പിടിച്ച് ഇങ്ങനെ സ്തോത്രം പറഞ്ഞിരുന്ന് എന്നെ ഏത് പാമ്പ് ശരീരത്തെ ചുറ്റിപോലെ അതിനെ പോലെ തിരിഞ്ഞയഞ്ഞിട്ട് ഞാൻ ഒമറ്റ് ചെയ്ത് ഈ വിഷം മുഴുവൻ പുറത്ത് വീട്ടിന്റെ അകത്ത് തന്നെ എല്ലാം കളഞ്ഞത് കറുത്ത നീല കളറുള്ള വിഷം തന്നെ. ഉടനെ ബാത്റൂമിൽ പോവുകയും എല്ലാം ചെയ്തു. എനിക്ക് ദൈവം പൂർണ്ണമോ എന്നൊരു ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മരണകരമായി യാതൊന്ന് കടിച്ചാലും കുടിച്ചാലും അത് ദൈവ പൈതലിന് ഹാനി വരികയല്ലെന്ന് ആ വചനത്തിൽ എന്നെ ഉറപ്പിക്കാൻ തുടങ്ങി. അവിടുന്ന് ഞാൻ ജീവൻ വെച്ച് പുറത്തിയാടും. അപ്പൊ ശുശ്രൂഷയുടെ ആഴ്ചകൾ പിന്നെയും കൂടുവാൻ തുടങ്ങി. പ്രതികൂലത്തിന്റെ കാറ്റുകൾ പിന്നെ ആഞ്ഞടിക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊക്കെ ഈ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രതികൂലം കഷ്ടം, അതിന്റെ പിന്നിലൊക്കെ ഒത്തിരി കഷ്ടതയോ ജീവിതത്തിൽ ഒത്തിരി. എന്നെ വെള്ളം കലക്കി ചാണകവെള്ളം കലക്കി വെച്ചിട്ട് ഞങ്ങളുടെ ചേട്ടൻ പിന്നെ ഷീറ്റ് അടിക്കാൻ പോയി. ഇവിടെ ഇപ്പൊ വരുമ്പോ ഷീറ്റ് അടിച്ചിട്ട് വരുമ്പോഴത്തേലും അവളിങ്ങനെ വരും. ആ ഷീറ്റ് അടിക്കാൻ പോയപ്പോ ആ മിഷ്യനകത്ത് പുള്ളിയുടെ വിരല് പോയിട്ട് വിരല് പകുതി വെച്ച് മുറിഞ്ഞു പോയി. ഒടുവിൽ ചാണകവെള്ളം ഒഴിക്കാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ തന്നെ വീട്ടിൽ വന്ന് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ബന്ധുക്കോസിലെ ഭക്ഷണം ഇവിടെ ആണോ ഭക്ഷണം, എന്റെ അനിയൻ കൊണ്ടിരുന്ന ഭക്ഷണമൊക്കെ തിന്നാനിരിക്കുക, ഇവളെ അടുപ്പിക്കരുത്. എന്നെ വിവാഹം ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിവാഹത്തിനൊക്കെ വിളിച്ച അത് പരസ്യമായിട്ട് എന്നെ പന്തലിൽ നിന്ന് ഇറക്കി വിടുക, ബന്ധക്കോസ് കഴുത്തലും വാതിലും ഇല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടുക. അന്നേരം അച്ഛനും ഞാനും കുഞ്ഞുങ്ങളും കൂടെ അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ ബന്ധക്കോസിലല്ലേ, അച്ഛനും കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്നെയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഹോട്ടലിൽ ഞങ്ങൾക്ക് ചോറ് മേടിച്ചു തരും. അങ്ങനെ പരസ്യമായി അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ താഴ്ത്തിക്കോട്ടെ അതുപോലെ. പക്ഷെ ഒന്നിനും തിരിച്ചൊരു മറുപടി പറയാതെ ചിരിച്ചോണ്ട് നിൽക്കും. ഞാൻ ഒത്തിരി ചിരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു അന്ന്. ചിരിച്ചോണ്ട് അങ്ങ് നിൽക്കും. എല്ലാത്തിനും അങ്ങ് ചിരിയാ. അതിന് അച്ഛൻ പറയും എന്ത് കേട്ടാലും ചിരി മാത്രമേ ഉള്ളൂ, എപ്പോഴും ചിരിയ, വേറെ ഒന്നിനും മറുപടി പറയാതെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്ന് പിന്നെയും പിശാചിന്റെ ജീവിതത്തിൽ പിന്നെയും പദ്ധതികൾ ഒരുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ പാമ്പ് കടിച്ചു, നട്ടല് പോയി, തലച്ചോറിനകത്ത് കാൻസർ ആയിരുന്നു, അതിൽ ദൈവം സൗഖ്യമാക്കി. ഇതൊക്കെ ജീവിതത്തിൽ വിടുതൽ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ചിക്കൻ ഗുനിയയുടെ സമയമായപ്പോ എനിക്ക് കുറെ നാളുകളായി എനിക്ക് നല്ല സൗണ്ട് ഉള്ള വ്യക്തി ആയതുകൊണ്ട് എന്റെ ശബ്ദം ഇങ്ങനെ അടയ്ക്കപ്പോ എന്റെ ധാരണ ശബ്ദം ഇങ്ങനെ അടയ്ക്കുന്നത് എന്താ, ഈ ശബ്ദം ഇങ്ങനെ സംസാരിക്കുന്ന കൊണ്ടാണെന്നുള്ള രീതിയായിപ്പോയി. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ അപ്പൊ ഒരിടത്ത് ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എന്റെ ശബ്ദം അങ്ങ് പൂർണ്ണമായി അങ്ങ് പോയി. ചിക്കൻ ഗുനിയ എല്ലാവർക്കും വന്ന് ഞാനിങ്ങനെ ഓടി നടക്കുക. എനിക്ക് ചിക്കൻ ഗുനിയ ഒന്നും പിടിച്ചില്ല, പക്ഷെ എന്റെ ശബ്ദം പൂർണ്ണമായി പോയി. ഒരു 6-7 മാസം ഇങ്ങനെ ആംഗ്യം കാണിച്ച് നടക്കുവാൻ തുടങ്ങി. ഉടനെ എന്നെയും കൊണ്ട് ഇവിടെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ ഇങ്ങനെ കണ്ടുപിടിച്ച് അത് ഏതാണ്ട് ഒരു ട്യൂബ് പോലെ ഒരു സാധനം വായിക്കൊണ്ടിട്ട് അത് കണ്ടുപിടിച്ച് പറഞ്ഞു അതായത് ശബ്ദക്കുഴലിലാട്ട് ദശ വളർന്നിട്ട് ചെതൽപ്പുറ്റ് പോലെ നിൽക്കുക, അത് എടുത്തു കളയണം, ഇല്ലെങ്കിൽ അത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് എടുത്താലും ശബ്ദം കിട്ടാൻ ഒരു വഴിയില്ല, ശബ്ദക്കുഴൽ മുഴുവനായിട്ട് പോവെന്ന് പറഞ്ഞു. അവിടെ 1.5 ലക്ഷം രൂപ പറഞ്ഞ് ഞങ്ങളുടെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്നൊക്കെ കൈ കാണിച്ചപ്പോ ഞങ്ങളുടെ മൂത്ത ചേട്ടന്റെ ഇളയ മരുമോന്റെ പെങ്ങള് കോട്ടയം മെഡിക്കൽ ഹോസ്പിറ്റലിൽ നേഴ്സും പുള്ളിക്ക് ഭർത്താവ് അവിടുത്തെ ഡോക്ടറുമാണ്. പുള്ളിക്കാരന്റെ കെയറോപ്പിൽ അവിടെ ചെന്ന് അതെ ENT കാണുവാനും പുള്ളി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കളയണം, ഇത് ശബ്ദം കിട്ടിയാലും കിട്ടിയില്ലേലും കിട്ടത്തില്ല, പക്ഷെ ഇത് കളഞ്ഞില്ല ഇത് ഭാവിയിൽ വലിയ ദൂഷ്യം ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ആക്കി. എന്റെ അപ്പൊ എനിക്ക് തലച്ചോറിനകത്ത് ഈ അസുഖം വന്നത് കൊണ്ട് എന്നെ മയക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ പ്രശ്നമായി. അവര് പറഞ്ഞു പച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അതേ പറഞ്ഞു ഞാനിങ്ങനെ സ്തോത്രം മാത്രം ഉള്ളിൽ പറയാ, ദൈവജനം എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ ഹല്ലേലൂയ എന്ന് പറയട്ടെ. അവിടെ എന്റെ വായിക്കകത്ത് ഒരു സാധനം വെച്ചിനെ പിടിപ്പിച്ച് വായ വികസിപ്പിച്ച് എന്റെ കൈയും കാലും കണ്ണും എല്ലാം കെട്ടിയിട്ട് ഒരു ഏതാണ്ട് സാധനം ഇറക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കണ്ടിച്ചപ്പോഴത്തേക്ക് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുക, അലറാനൊന്നും പറ്റത്തില്ല, കരയാൻ പറ്റത്തില്ല, വായിക്കാത്തതിന് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു കുത്തി വെച്ച് മയക്കി. അപ്പൊ ഡോക്ടർ അച്ഛനോട് പറഞ്ഞു ഇത് ബയോപ്സിക്ക് അയക്കാം, ഇതെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ശബ്ദം പോയത് തന്നെയാ എന്ന് പറഞ്ഞു. അന്നേരം ആകെ അച്ഛനും വിഷമമായി. ഞാനിങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ഡോക്ടർ വെളുപ്പിനെ അങ്ങ് വന്നിട്ട് പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്നോട് പറയാം ഹല്ലേലൂയ. ഡോക്ടർ അങ്ങ് അന്തം വിട്ടുപോയി. ഡോക്ടർ പറയുക എന്റെ ദൈവമേ ഇത് എന്തൊരു ദൈവം. ഡോക്ടർ എന്നെ
എന്ന് പേര് വിളിച്ച ഡോക്ടർ പെട്ടെന്ന് തന്നെ വിളിക്കുക, മാഡം നിങ്ങൾ വിളിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ഇന്നു മുതൽ ഞാൻ ഈ ദൈവത്തെ സേവിക്കും, ഈ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ ഇനി ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അത് ദൈവത്തോട് പ്രാർത്ഥിച്ചേ ചെയ്യുള്ളൂ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ ചെന്ന് അപ്പൊ ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വന്നു, യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ചിലപ്പോൾ കിളുക്കുമെന്ന്. ചില മാസങ്ങൾ ടെസ്റ്റ് ചെയ്തു, ഇതുവരെ ഇത്രയും വർഷം ഏകദേശം 29 വർഷത്തിൽ കൂടുതൽ 25 വർഷത്തിൽ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. ചിക്കൻ ഗുനിയുടെ സമയം എത്ര വർഷമായെന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഇതുവരെ അത് കിളുത്തിട്ടുമില്ല, എന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. ദൈവം എന്നെ സൗഖ്യമാക്കി. ദൈവം ഒരുവനെ സൗഖ്യമാക്കിയ പിശാച് എത്ര വലിയ നമ്മുടെ പ്രാണനോട് പോരാടിയാലും ദൈവം തൊട്ടാൽ അത് സൗഖ്യമാണ്. അതിനെ ജയിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് പിന്നെയും അവിടെ ദൈവം തെളിയിക്കുവാൻ ഇടയായി. പിന്നെയും ചില നാളുകൾ കഴിഞ്ഞു, പിന്നെയും മരണം എന്നെ കാതിക്കുത്തി. എനിക്ക് ജീവിതത്തിൽ പ്രശ്നമായി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വന്ന് ഭക്ഷണം ഒരു പഴം, ചില നാളുകളായി ഒരു ഭക്ഷണം, അതാ 2005 മുമ്പേ ഒരു പഴം തിന്നാ പിന്നെ ഒന്നും വേണ്ട. അങ്ങനെ ആയപ്പോ അതൊക്കെ സാധാരണ എല്ലാവരും പറഞ്ഞു ചിലപ്പോ ഒരു പപ്സ് കഴിക്കും, അതുകൊണ്ട് ഒരാഴ്ചയൊക്കെ നിൽക്കും. അത് എന്താന്ന് പറയുന്നത് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, വയറിന് വേദനയൊന്നുമില്ല, ഛർദിലില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞു ഉപസിക്കുന്നുണ്ടായിരിക്കും, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വഴക്ക് പറഞ്ഞു. അച്ഛൻ എനിക്ക് അതിന് ക്ഷീണമൊന്നുമില്ല, ഞാനിങ്ങനെ ശുശ്രൂഷ. ഇവിടെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു വീട്ടിൽ പുതിയൊരു കുടുംബം വന്ന് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. 3-ാമത്തെ ദിവസമായ അന്ന് ഞാനായിരുന്നു ശുശ്രൂഷിച്ചോണ്ടിരുന്നത്. ശുശ്രൂഷിച്ചപ്പോ അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോ ഛർദിക്കാൻ തുടങ്ങി. ആ ഛർദിൽ ചില മാസങ്ങൾ അങ്ങ് ഛർദിച്ചു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ മുത്തൂറ്റ് തന്നെ കൊണ്ടുപോയി വയറിന്റെ ഡോക്ടറെ കണ്ടു. അപ്പൊ അവർ ഈ ട്യൂബ് വഴി ഏതാണ്ട് ഒരു സാധനം വായിക്കൂടിയിട്ട്, എന്റെ ദൈവമേ ഞാൻ ഓർക്കുക, ഇനി ഈ ശരീരത്തെ ഏതെങ്കിലും ഭാഗത്ത് കത്തി വെക്കാനുണ്ടോ, ഏതെങ്കിലും അവയവത്തിൽ പരിശോധിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ട്യൂബിൽ കൂടെ ഇറക്കി. അപ്പോഴാ പറയുന്ന കൊടല് തമ്മിൽ ഒട്ടിപ്പോയിട്ട് ആമാശയം തൊട്ട് കൊടല് മുതൽ ഇങ്ങനെ ഒട്ടിപ്പോയി. അതിന് ബലവും ഇല്ല, ഒന്നുമില്ല, ഒരു ഉള്ളിത്തൊലിക്ക് പോലും കനവിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഉടനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ശോഭനാദേവി എന്ന് പറഞ്ഞ ഡോക്ടറാണ് എന്നെ അതെ നോക്കിയതേ. പുള്ളിക്കാരി പറഞ്ഞില്ല മരണം വരെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, മരുന്ന് കഴിക്കാൻ പറ്റില്ല, ട്രിപ്പിൽ മാത്രം 7 വർഷം കിടന്നു. ഉടനെ എറണാകുളത്ത് കൊണ്ടുവന്ന് അഗസ്ത്യൻ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ പരിശോധിച്ചപ്പോ പറഞ്ഞു, അതെ നമുക്കിത് മാറ്റിയിട്ട് ഈ കുടല് മാറ്റിയിട്ട് ട്യൂബ് ഇടാം, 6 മാസം കൂടുമ്പോ ട്യൂബ് അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ ഒന്ന് ഓർത്തേ, ആദ്യം കീറി ട്യൂബ് മാറ്റിച്ച് പിന്നെ 6 മാസം കഴിയുമ്പോൾ ആ ട്യൂബ് മാറി കീറുള്ളൂ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട. അങ്ങനെ അപ്പോൾ ഹല്ലേലൂയ 2011 ഇങ്ങനെ കിടന്ന് അത് ഈ കിടപ്പിൽ തന്നെ വലിയ പ്രതികൂലം ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട പോലുള്ള പ്രതികൂല കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഒരിക്കലും ഈ ഭൂമി കുടുംബമായും ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണമുള്ള കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അത് വളരെ ജീവിതത്തിൽ ആർക്കും അനുഭവിക്കാത്ത കാറ്റുകൾ ഈ രോഗാവസ്ഥയിൽ എന്റെ ജീവിതത്തിൽ അടിക്കുക. പക്ഷെ ഇത്രയൊക്കെ ജീവിതത്തിൽ വന്നിട്ട് എന്റെ കർത്താവിനെ ഒരിക്കൽ പോലും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇതുണ്ടായെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്താണ് എന്നെ ഇങ്ങനെ സംഭവിക്കുന്ന ദൈവത്തോട് ചോദിച്ചിട്ടില്ല, പിറുപിറുത്തിട്ടില്ല, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല, ദൈവസ്ഥനെ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല, കരയാതിരുന്നിട്ടില്ല. ദൈവത്തെ മാത്രം മുറുകി പിടിച്ചുകൊണ്ട്, കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ 93 എന്റെ കൈ പിടിച്ച കർത്താവിന്റെ കൈ ഇന്നും എന്റെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് എന്നിൽ ഉള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ സാരമില്ല, ദൈവത്തെ കുറ്റം പറയും ഒന്നും ചെയ്തില്ല. അയ്യോ പറഞ്ഞ പോലെ എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. അന്നാള് ഹല്ലേലൂയ ഈ കുടലിന് വളരെ ബുദ്ധിമുട്ടായി. അതേ കിടപ്പിലായി ഇങ്ങനെ 7 വർഷം കിടന്ന 2005 മുതൽ 11 വരെ 11 ഇങ്ങനെ മെയ് മാസത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാണ്. 7, 8, 9, 10 എന്റെ പാതകൂടെ വിരിക്കാൻ പറഞ്ഞു. അപ്പൊ പാഷ് വന്നപ്പോ ഞാൻ പറഞ്ഞു, പാഷെ ഇങ്ങനെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട് ഇത്ര ദിവസം. അങ്ങനെ പാഷ് പറഞ്ഞു അത് ദിവസം ഒരു ചൊവ്വ ബുധൻ വ്യാഴമാണ് 8, 9, 10 വരുന്നത്. 10 അങ്ങനെ സാധാരണ ഒരു വാസപ്രാർത്ഥന വെക്കത്തില്ല. ഒന്നേ തിങ്കൾ ചൊവ്വ ബുധൻ, അല്ലെ ബുധൻ വ്യാഴം വെള്ളി, ഇങ്ങനെ ഒക്കെ ഈ ഇടയ്ക്ക് വരുന്ന. അപ്പൊ പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, പിന്നെ ദിവസങ്ങൾ ആരും വരികയില്ല. ഞാൻ പറഞ്ഞു ആരും വരണ്ട, പാഷ് വരുമോ, കുടുംബമായിട്ട് വരുമോ, പിന്നെ ദൈവം കാണും ഞാനും കാണും. അത് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഈ വീട്ടിലോട്ട് കയറുന്നെങ്കിൽ സ്റ്റെപ്പ് കയറാൻ എന്നെ എടുത്തുകൊണ്ട് ഇറക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ കോഴഞ്ചേരിയില്
അടുത്ത ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പുന്നക്കാട്ട്. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ താമസിക്കുക. അവിടെയാണ് എന്നെ അവിടെ രാവിലെ എല്ലാം കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് അവരവിടെ ദിവാങ്കോട്ടയിലോട്ട് തല കൊളുത്തി പൊക്കി കിടത്തി വെച്ച് വെള്ളം ഒന്നും കഴിക്കാം. ട്രിപ്പിട്ട് രാവിലെ ട്രിപ്പിട്ട് നിർത്തിയത്. അങ്ങനെ ഇവര് മോന് ജോലിയുണ്ട്, മോന് അവർ രണ്ടുപേരും അങ്ങ് പോകും. അപ്പൊ ഇവർ വൈകിട്ടേ വരുവുള്ളൂ. ഞാൻ അവിടെ എനിക്ക് വെള്ളവും വേണ്ട, കഞ്ഞിയും വേണ്ട, ഒന്നും വേണ്ട, കതവ് വെളിയിൽ നിന്ന് കൂട്ട് അങ്ങനെ പോകും. അങ്ങനെ ഒരു അവസ്ഥയിലായപ്പോഴത്തേന് ഇങ്ങനെ ഉപവാസപ്രാർത്ഥന തീരുമാനിച്ചു. രാവിലെ തന്നെ കുളി കഴിഞ്ഞ പാലൊക്കെ മേടിച്ച് വെച്ച് പാസ്റ്റർമാരോട് പറഞ്ഞു പാൽ തരുന്നവർ ചായ ഇട്ട് കുടിക്കണം, അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർ രണ്ടും ജോലിക്ക് പോയി. ഒന്നാം ദിവസമായപ്പോൾ ഞങ്ങളുടെ ഒരു അപ്പച്ചനും പ്രായമായ ഒരു അച്ഛനും അമ്മാമ്മയും പാസ്റ്റർ അമ്മാമ്മയും ഞാനും വേറൊരു സഹോദരി, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. പാസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങി. അതെ, ഈ സഹോദരി പാട്ട് പാടാനിരുന്ന് ഞാനൊരു ചാരുകസാറയിൽ ഇങ്ങനെ കൂനിയിരിക്കാൻ പാടാം. ഇങ്ങനെ കൂനിയിരിക്കുമ്പോ അങ്ങ് അതിവേദന, വയറിങ്ങനെ നൂത്തിടണം. നമ്മൾ നേരെ ഇങ്ങനെ നൂർന്ന് കിടക്കണം. അപ്പൊ ഇങ്ങനെ നേരെ ചാരുകസാറയിൽ ഇങ്ങനെ കിടക്കുക. കിടന്നപ്പോ പാട്ട് പാടിക്കൊണ്ട് ഒരു വരി 2 വരി അല്ല, ആത്മാവിന്റെ വലിയ ശക്തി ഒന്ന് വ്യാപരിക്കുക. പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ. അപ്പൊ അപ്പുറം ഇപ്പുറം ഉള്ളവരെല്ലാം ഓടി വരുക. അവിടെ ഒരു 10,000 പേരുടെ ഒരു മുഴക്കുവാ കേൾക്കുന്നത്. ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. പക്ഷെ അവര് പറയട്ടെ അവിടെ തീ കത്തുന്നെന്ന്, വീടിന് തീ കത്തുന്നെന്ന്. അതുപോലെ ആത്മാവിന്റെ പകർച്ച വന്നു. ഈ ആത്മാവിന്റെ തീ കാരണം നമുക്ക് ഇരിക്കാൻ വയ്യാത്ത ഒരു അനുഭവത്തിലായി. ഞാൻ അറിയാതെ വായങ്ങ് വിളിച്ചുപോയി. ഉടനെ വായിക്കകത്തൊരു തീ ഇറങ്ങി ചെന്നിട്ട് ഈ കുടലങ്ങ് ശുദ്ധീകരിക്കുന്ന പോലെ കുടലൊക്കെ അങ്ങ് വെന്തു. അപ്പൊ ഞാൻ വിളിച്ചു പറയാം, അയ്യോ എന്റെ കുടല് കത്തുന്നേ എന്ന് വിളിച്ചു പറയാം. ആ ആത്മാവിന്റെ ശക്തിയാ ഞാൻ ഇരുന്ന കസാറയിൽ നിന്നിങ്ങനെ കുതിച്ചെഴുന്നിട്ട് മേളിൽ ഇങ്ങനെ ഭിത്തിയെ ചെന്ന് ഇടിച്ച് അതേ രീതി താഴെ വന്നിരുന്നു. ആ ആരാധന 2 മണി വരെ ഞങ്ങൾ ആരാധിച്ചു. വചനം സംസാരിക്കാനും ഒന്നും ഒക്കെയില്ല. ദൈവം എനിക്ക് അന്ന് തന്നെ സൗഖ്യത്തിന്റെ കാര്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പിറ്റോസ് ഇത് അറിഞ്ഞ 10-80 പേരോളം ഇത് ഈ അത്ഭുതം കണ്ട് അനേകര് വരുവാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു ഓർഡർ ചെയ്താൽ ഭയങ്കര പൈസയോ, എത്രയും പേര് വന്ന് നമുക്ക് ഉണ്ടാക്കാതെ നിനക്കാവുകയില്ല. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. പിറ്റേ ദിവസം 100 പേർക്കുള്ള ഇറച്ചിയും മീനും ഒക്കെ വേവിച്ച് ഭക്ഷണം ഒരുങ്ങി. അത് ഭയങ്കര ആരാധന അവിടെ വെളിപ്പെടുകയും 3-ാം ദിവസം എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിനകത്തോട്ട് ചോറും കറിയൊക്കെ എടുത്തിട്ട് പാസ്റ്റർ ഇതെനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ശരി കഴിക്കുവോ? പ്രാർത്ഥിയില്ല. ദൈവം എന്നെ സൗഖ്യമാക്കി. 1-ാം ദിവസം തന്നെ ദൈവം എന്നെ സൗഖ്യമാക്കിയ. ഈ 3 ദിവസം ഞാൻ ദൈവബാധയോടെ ഇരുന്നതാ. അവരോടൊപ്പം ഇരുന്ന ആ ചോറ് കഴിക്കുവാൻ ദൈവം ഇടയാക്കി. 7 വർഷം വെള്ളം പോലും കുടിക്കാതെ ട്രിപ്പിൽ മാത്രം കിടന്ന് എന്നെ ഒരിക്കലും ഞാൻ ഭക്ഷണം കഴിക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി എന്നെ 2011 ഹല്ലേലൂയ മെയ് മാസം 19 അത് 8-ാം തീയതി തന്നെ കോവിഡ് കരം എന്റെ മേൽ തൊടുകയും സൗഖ്യത്തോടെ 10-ാം തീയതി അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് ബലപ്പെടും. ഇന്നും ഞാൻ നടക്കുന്നു. ആ കുടന് വേണ്ടി പിന്നെ ഇന്നും ചെയ്തിട്ടില്ല. എന്റെ ദൈവം എനിക്ക് സൗഖ്യമാക്കി. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു. പിശാച് വിടുകയല്ല. അവൻ പിന്നെയും തന്ത്രങ്ങൾ ഒരുക്കാൻ തുടങ്ങി, പദ്ധതികൾ ഒരുക്കാൻ തുടങ്ങി. എന്റെ ഹാർട്ടിന് പ്രോബ്ലമായി. ഹല്ലേലൂയ. ഹാർട്ടിന് പ്രോബ്ലമായി വളരെ കഷ്ടതയിലായിരിക്കാം ദൈവം ഇടയാക്കി. എന്നാൽ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ഹല്ലേലൂയ ദൈവവചനം പറയുന്ന പോലെ 6 കഷ്ടം കടന്നു വരും. 7-ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ലെന്ന്. ജീവിതത്തില് 5 കഷ്ടങ്ങൾ കഴിഞ്ഞു, 6 കഷ്ടമായി. 6 കഷ്ടം എന്ന് പറയുന്നത് അത് എന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് ഇവിടെ വന്നു. വീടൊക്കെ ഒന്ന് പുതുക്കി വെച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു. എന്റെ മകന് വിവാഹം കഴിഞ്ഞു. മകനൊരു കുഞ്ഞൊക്കെ ജനിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അന്നേരം ദൈവത്തെ സ്തുതിക്കുന്നു. 1 മണിക്കൂർ 3 മണിക്കൂർ വിധി എഴുതിയ സ്ഥാനത്ത് അല്ലെങ്കിൽ മക്കളെ കാണാനും അവരുടെ മക്കളെ കാണാനും ദൈവം ഭാഗ്യം തരുവാൻ കഴിഞ്ഞു. അത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. അത് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി. പറയട്ടെ ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ സന്തോഷിച്ചിരിക്കും. എന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ 2-ാമത്തെ മാസം അച്ഛന് ബാങ്കിൽ ജോലിയായിരുന്നു. അല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ വേല ഈ ജോലി കഴിയുമ്പോഴത്തേന് പൂർണ്ണമായി വടക്കേണ്ടിയിലൊക്കെ പോണം. അപ്പൊ ഞാൻ നമുക്ക് ഭാഷയൊന്നും അറിയത്തില്ല, അതൊക്കെ ദൈവം നമ്മളെ നടത്തിക്കോളും എന്ന് പറയുവാനും അങ്ങനെ പോകാനൊരു തീരുമാനത്തിലിരുന്നൊരു സാക്ഷിയൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഇച്ചിരി പ്രഷർ മാത്രമേ ഉള്ളൂ. വേറൊരു അസുഖത്തിന് ഒരു മരുന്ന് എന്റെ ഓർമ്മയിൽ പുള്ളി മരുന്ന് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് ജനുവരി മാസം 28-ാം തീയതി 2018 ജനുവരി മാസം 20-ാം തീയതി അത് ഈ വീടൊന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ച് കുടുംബ വീട്ടിലോട്ട് ഒരു പ്ലാവ് മുറിക്കാൻ ആളെ കൊണ്ട് പോയതാ. ഇളമയിൽ കൊണ്ട് പ്രഷർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ വീഴുവാനും അവിടുന്ന്
പെട്ടെന്ന് കാറിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ഛർദ്ദിച്ചു, ചോരയൊക്കെ ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്ത് പറഞ്ഞു തലയുടെ മെയിൻ ഞരമ്പ് പൊട്ടിപ്പോയി. മെയിൻ ഞരമ്പ് പൊട്ടിപ്പോയി. അവിടെ തലച്ചോർ ഓപ്പറേഷൻ, മുത്തൂറ്റ് ഓപ്പറേഷൻ ചെയ്ത് രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഓപ്പറേഷൻ വൈകിട്ട് 8 മണി വരെ ഓപ്പറേഷൻ കഴിഞ്ഞു. തലയോട്ടി ഈ ഒരു സൈഡ് മുഴുവൻ മാറ്റി വെച്ച് വെന്റിലേറ്ററിലാക്കി. ശരീരം മുഴുവൻ ട്യൂബിനകത്ത്. ഒരു രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. പ്രാണന് വേണ്ടി ദൈവത്തോട് യാചിക്കാൻ. അതിന് ഈ വീഴുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ എന്നെ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു. അച്ഛനാ വീഴുന്നായിട്ട് കാണിക്കുന്നില്ല, വേറൊരാൾ വീഴുന്നു, ഇങ്ങനെ വീഴുന്നു, വീണ ആള് കുറെ നാള് കിടന്ന് ഇങ്ങനെ ചുരുണ്ട് കിടന്ന് ആള് മരിക്കുന്നു, ഇത് കാണിക്കുന്നു. അപ്പൊ ഞാൻ സഭയെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തു, അച്ഛനും ഉണ്ട്, വണ്ടി എടുത്തോണ്ട് പോകുന്നതല്ല, ഞങ്ങളുടെ ചർച്ചിന്റെ തൊട്ട് താഴെ ഇങ്ങനെ കനാല, സൈഡിൽ കൂടെ ഒക്കെ വലിയ കനാൽ ഒഴുകുക. ഈ വണ്ടി അച്ഛനും ഞാനും കൂടെ അങ്ങ് മറിഞ്ഞു വീണു. ഒരു വലിയൊരു അത്ഭുതം പോലെ കനാലി വീണില്ല. അപ്പൊ എനിക്ക് തോന്നിയുടെ ഞാൻ കണ്ട ദർശനവും ഇത് എന്തോ ഒരു ബന്ധികേടുണ്ടല്ലോ എന്ന് എഴുതി പ്രാർത്ഥിച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ സഭയിൽ ഒരു വീട്ടിലായിരുന്നു പ്രാർത്ഥന. അവിടെ ചെന്ന് വൈകിട്ടത്തെ മീറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞങ്ങൾ വീണു. അപ്പൊ ഞാൻ ദൈവസ്ഥയുടെ ഈ വേറൊരാളെയാണല്ലോ എന്നെ കാണിച്ചു, അച്ഛനെ അല്ലല്ലോ. എന്റെ ധാരണ അതാ വന്നേ. എങ്കിലും ശക്തമായി പ്രാർത്ഥിച്ചു. പിറ്റേ ശനിയാഴ്ച ആയപ്പോൾ ഇതുപോലെ അച്ഛൻ വീഴുകയും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലയോട്ടി ഇതിന്റെ സൈഡ് ഇങ്ങനെ മാറ്റി വെച്ചു. അതേ റൈസ് ട്യൂബ്, മൂക്കിൽ കൂടെ ട്യൂബ്, വായി കൂടെ ട്യൂബ്, തൊണ്ട, ഈ തൊണ്ട ഇങ്ങനെ കിഴിച്ച് അതുവഴി ട്യൂബ്, യൂറിൻ ട്യൂബ്, ശരീരം മുഴുവൻ ട്യൂബിലായി വെന്റിലേറ്ററിലേക്ക് പുള്ളിയെ മാറ്റുവാനിടയായി. നാൾ ആ ഹോസ്പിറ്റലിൽ വരാൻ മുത്തൂറ്റ് ഐസുവിന്റെ വാതിക്കലിരുന്ന ദൈവത്തോട് മല്ലി വിളിച്ചു, എനിക്ക് ഇങ്ങനെ കിടന്നാലും വേണ്ടിയില്ല, ഇഷ്ടത്തിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കില്ല, എനിക്ക് ജീവനോടെ വേണം. ആ പ്രാർത്ഥന 40 ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം, അനേകരോട് സുവിശേഷം എനിക്ക് പറയുവാൻ കഴിഞ്ഞു. അച്ഛൻ വെന്റിലേറ്ററിൽ വളരെ ഇതിൽ കിടക്കുമ്പോൾ പുറത്ത് ഞാൻ പലവരോട് സുവിശേഷം പറയുക, അനേകർ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ എനിക്ക് ഭാഗ്യം. ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരു പയ്യന് അവന് മഞ്ഞപ്പിത്തം മാറുന്നില്ല, ഡോക്ടറെ കാണാൻ വന്ന അവരോട് ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കേ, യേശു നിനക്ക് സൗഖ്യമാകും. അന്നേരം ആന്റി എനിക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കും. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവം അവന് പൂർണ്ണ സൗഖ്യം നൽകി. അവൻ കുടുംബമായി ഇപ്പൊ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങനെ അനേകരെ ഈ അച്ഛൻ വളരെ അങ്ങോട്ടോ ഇങ്ങോട്ടും പറഞ്ഞ് കിടക്കുക. പക്ഷെ എന്നിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി. ഇപ്പൊ കുഞ്ഞുങ്ങൾ വഴക്ക് പറയുന്നു, അച്ഛൻ അകത്ത് കിടന്ന് വർണ്ണത്തോട് വരും, അമ്മ ഇവിടെ ഇങ്ങനെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അമ്മയ്ക്ക് എന്തുവാ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്കിതൊന്നും ഒരു വിഷയമായില്ല. ഞാൻ കരഞ്ഞ എനിക്ക് അച്ഛൻ അങ്ങനെ കിടക്കുമ്പോൾ ചങ്ക് തകരുക. പക്ഷെ ചുമ്മാതിരുന്നാൽ നമുക്ക് തലയ്ക്ക് വട്ട് പിടിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ആ ആശ്വാസം കണ്ടെത്തുക ദൈവം എനിക്ക് ഭാഗ്യം. അവിടുന്ന് 2.5 മാസം കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് പ്രാർത്ഥിച്ചു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ വൈക്കത്തോട്ട് കൊണ്ടുപോയി. വൈക്കത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഈ വ്യക്തി രക്ഷപ്പെടത്തില്ല, 10-15 ദിവസത്തിൽ കൂടി ഇങ്ങനെ ഒരു വ്യക്തി കിടക്കത്തില്ല, മെയിൻ ഞരമ്പ് പൊട്ടിപ്പോയതാ. ഇനി ഈ വ്യക്തിയെ കൊണ്ട് പെടലി ഇങ്ങനെ ഒടിഞ്ഞു പോയി, കൈകാലുകൾ, ശരീരത്തിൽ ഒരു ഭാവവും അനക്കത്തില്ല, ചെറുതായിട്ടൊന്ന് സംസാരിക്കത്ത് പോലും ഇല്ല. അപ്പൊ ഈ വ്യക്തി ഇങ്ങനെ കിടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങളെ കൊണ്ടുപോക്കൂ. എങ്കിലും പ്രാർത്ഥിച്ചു ഒരു 3-4 മാസം ദൈവസ്ഥനിലോട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തന്നെയുള്ള ചെന്നറിമില്ല. എന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസമായുള്ളൂ. പ്രാർത്ഥിച്ചു പകലുമില്ലാതെ ദൈവസ്ഥനിരുന്ന് പ്രാണന് വേണ്ടി മല്ലു പിടിച്ച് 4 മാസം കഴിഞ്ഞപ്പോ പുള്ളിയുടെ കൈയും കാലും ഒക്കെ അനക്കാൻ തുടങ്ങി, ചെറുത് സംസാരിക്കാൻ തുടങ്ങി, കണ്ണ് തുറന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനിയും കൊണ്ടുപോക്കോ, വീട്ടിൽ കൊണ്ട്. എനിക്കെന്നാ ഈ ട്യൂബ് എല്ലാം കിടക്കുന്നുണ്ട്, എനിക്ക് ഇതിനകത്ത് ഒന്നും അറിയത്തില്ലല്ലോ ചെയ്യാൻ. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് റൈസ് ട്യൂബിൽ കൂടെ ഭക്ഷണം കൊടുക്കണം, എന്തെല്ലാം ഭക്ഷണം കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് അളവ് കൊടുക്കണം, പിന്നെ ഈ പാട് കെട്ടണം, ഇതൊന്നും എനിക്കറിയത്തില്ല. നേഴ്സുമാർ ചെയ്യുന്ന പണിയൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ കർത്താവെ, അതൊരു വലിയ ബുദ്ധിമുട്ടാവുള്ളൂ. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ 2018 വെള്ളപ്പൊക്കത്തിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ വരുവാൻ ഇടയായി. ഞങ്ങൾ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വെള്ളപ്പൊക്കം. ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ട്യൂബിലൊക്കെ കിടക്കുക, തണുപ്പടിച്ച് വല്ലതും ഉണ്ടായിപ്പോയ നമ്മൾ ഈ ഞങ്ങൾ ദ്വീപിനകത്ത് കിടക്കുന്ന പോലെ 4 വശവും വെള്ളമാണ്, വണ്ടിയൊന്നും വരുന്ന, നമുക്ക് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും വണ്ടി പോകത്തില്ലല്ലോ,
വളരെ ബുദ്ധിമുട്ടായി, ആകെ പ്രയാസമെങ്കിലും ആ ഒരു തുമ്മൽ പോലും ഉണ്ടാകാതെ ദൈവം സൂക്ഷിച്ച് ഒരു നേഴ്സ് ചെയ്യുന്ന പോലെ, നേഴ്സ് അല്ല, ഒരു ഡോക്ടർമാരുടെ ഒരു രീതിയിൽ ദൈവം എന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ പഠിപ്പിച്ചെന്ന് പറയാ. യൂറിൻ ട്യൂബ് മാറ്റും, റൈസ് ട്യൂബ് മാറ്റിയിടും, ഹല്ലേലൂയ. സകലത് ഞാൻ തന്നെ. എനിക്കത് ഒരു വിദ്യാഭ്യാസം ഇതൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു കഴിവ്. കഫമൊക്കെ സക്ഷൻ ചെയ്തെടുക്കും. അതൊക്കെ നമ്മൾ ആ ട്യൂബ് ഇട്ട് മുക്കിക്കൂടെ വായിക്കൂടെ, അത് വായിക്കൂടെ അല്ല, ഈ കിഴുത്തക്കകത്തൂടെ ആ തൊണ്ട കിഴിച്ച് ആ അതൊക്കെ നമ്മൾ ശകലം പോയാൽ ബ്ലഡ് വരും. ഒക്കെ രീതിയിൽ ദൈവം അതൊക്കെ ചെയ്യുവാൻ എനിക്കൊരു കൃപയും ഒരു ബുദ്ധിയും ദൈവം തരുവാനിടെ. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങ് ഉറക്കം വന്ന് ഞാൻ പെട്ടെന്ന് ആരോ തട്ടി ഉണർത്തുന്ന പോലെ അപ്പൊ ഈ അച്ഛന്റെ വായിൽ കൂടെ ഞൊരയും പതയെല്ലാം വന്നിട്ട് പുള്ളിയുടെ കണ്ണൊക്കെ അങ്ങ് മേളിലോട്ട് വെച്ചു. അയ്യോ, എനിക്ക് എന്ത് ചെയ്യാം, മോനെ വിളിക്കാൻ പോകാൻ വയ്യ, ആരെ വിളിക്കണമെന്നറിയാം. ഞാൻ എന്റെ യേശുവേ എന്നാ വിളിച്ച്. പെട്ടെന്ന് എനിക്ക് ബുദ്ധി തരുവേ. പെട്ടെന്ന് ഞാൻ ഈ വായ് തുറന്നിട്ട് ഈ എല്ലാം കൈയിട്ട് വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് സക്ഷൻ അടുത്ത് വെച്ചേക്കുക, സക്ഷൻ ചെയ്ത് എല്ലാം വെളിയിലെടുത്ത് ഈ ഇതിനകത്തൂടെയും വായിക്കകത്തൂടെ എല്ലാം കവം ചെയ്ത് കമത്തി കിടത്തി നെഞ്ചെല്ലാം പുറവെല്ലാം തിരുമ്മി അടിച്ച് ശ്വാസം നേരെ വരുന്ന അതൊരു ഡോക്ടർ അതൊരു അത്ഭുതം അത് ചെയ്തെന്നാ. കാരണം എങ്ങനെ അത് ചെയ്തെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം അതെല്ലാം എന്നെ കൊണ്ട് ചെയ്തു. ഭക്ഷണം ഒരിക്കലും ട്യൂബിക്കൂടെ ഭക്ഷണം വായിക്കൂടെ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു ദൈവസ്ഥനിൽ ഉപസിച്ച് 1 വർഷം കഴിഞ്ഞപ്പോ വായിക്കൂടെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് ചെറിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അതിങ്ങനെ 6 വർഷക്കാലം പ്രാണന് വേണ്ടി പിടിച്ചെന്ന് പറഞ്ഞ മല്ല് തന്നെ പിടിച്ചു. ഒത്തിരി മല്ല് പിടിച്ചു. വിട്ടുകൊടുക്ക എല്ലാരും ഒരിക്കലും പുള്ളി മടങ്ങി വരികയും ദൈവാത്മാവ് അറിയിച്ചതാ. പക്ഷെ നമുക്ക് വിട്ടുകൊടുക്കാൻ ഒരു മനസ്സില്ല. അയ്യേലും നമ്മുടെ കൂടെ ഒരാളുണ്ട് ഈ ഭൂമിയിൽ. കാരണം നല്ല പ്രായത്തിൽ, ചെറുപ്രായത്തിൽ ദൈവം കൂട്ടിച്ചേർത്തതാ. അത് വിട്ടുകളയാൻ നമുക്ക് ഒരിക്കലും മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷെ അതുവരെ അതൊന്നും ഞാൻ എന്റെ ദൈവത്തെ കുറ്റം പറയുകയോ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തു ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇത്രയൊക്കെ ജീവിതത്തിൽ കഷ്ടവും പ്രതികൂലവും രോഗവും ദുഃഖവും വലിയ കാറ്റും തിരുമാലും ഒക്കെ ഒടിഞ്ഞ് തന്റെ പ്രാണനെ പോലും തുടത്തക്കവണ്ണം ദൈവം തന്റെ ദാസനിൽ കൂടെ പ്രവർത്തിച്ചപ്പോഴൊക്കെ ഞാൻ ദൈവത്തെ കുറ്റം പറയുകയോ നിന്ദിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ ദൈവത്തെ മാത്രം മുറുകി പിടിച്ചുകൊണ്ടിരുന്നു. കാരണം ദൈവം എന്നെ വിടിപ്പിക്കും, എന്നെ രക്ഷിക്കും, എന്നെ സഹായിക്കുമല്ലോ. 2023 അല്ലെങ്കിൽ കൊറോണ വന്നു കഴിഞ്ഞ ഓക്സിജന്റെ അളവ് 13 വന്നു. ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് ഡോക്ടർ പറഞ്ഞ് രക്ഷപ്പെടത്തില്ലെന്ന്. എനിക്ക് പറയണം, മോന് പറയണം, മോൻ ജോലിക്ക് പോകുന്നോണ്ട് അവൻ അച്ഛനെ പിടിച്ചു പൊക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാ. പക്ഷെ അവന് കൊറോണ, അവൻ ഒരു ഹോസ്പിറ്റലിലെ, മോളും കുഞ്ഞുങ്ങൾ ഇവിടെ, ഞാനും അച്ഛനും ഗവൺമെന്റ് ആശുപത്രിയിൽ. അച്ഛന് വളരെ കൂടുതലായി ഓക്സിജന്റെ അളവൊക്കെ 13 വന്നു. ഡോക്ടർ പറഞ്ഞ് രക്ഷപ്പെടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ കഷ്ടപ്പെട്ടു ഐസിയുവിന്റെ വാതിൽക്കൽ നിന്ന് ദൈവത്തോടെ രാത്രിയുടെ യാമത്തിൽ മുട്ടുമേൽ നിന്ന് എനിക്ക് ആയുസ്സൂടെ തന്നേ മതിയാവുള്ളൂ. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ പായ്ക്ക് ചെയ്ത് കത്തിക്കത്തേ ഉള്ളൂ. ഒരു മനുഷ്യ പോലും കാണിക്കത്തില്ല. എനിക്ക് കൊറോണയാണെങ്കിൽ എനിക്ക് കാണാച്ചാനെ. പക്ഷെ എന്റെ മക്കൾക്കോ ഒരു ദൈവദാസന്മാർക്കോ ഒരു ശുശ്രൂഷയോ നല്ലൊരു യാത്രയ്ക്കോ ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആയുസ് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓക്സിജന്റെ അളവ് ഇങ്ങനെ താണുകൊണ്ടേയിരുന്നു. പറയട്ടെ, പ്രാർത്ഥന കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഓക്സിജന്റെ അളവ് 100. ദൈവം അത്ഭുതം ചെയ്തു. ഉടനെ ഡോക്ടർ വന്ന് പറഞ്ഞ അമ്മയെ എളുപ്പം അച്ഛനെ കൊണ്ട് പോകും, അച്ഛൻ ഒരു കുഴപ്പമില്ലെന്ന്. ഉടനെ അവർ തന്നെ വണ്ടി വിട്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു വരാം. പിന്നെയും ചില വർഷങ്ങളിലൂടെ ജീവിച്ചിരിപ്പാൻ ദൈവം കൃപ നൽകി. ഇവിടെയിൽ ഫിക്സ് വന്ന് ചില വർഷം കഴിഞ്ഞപ്പോ ഫിക്സ് വരാനിടയായി. പിന്നെയും തലച്ചോറിനകത്ത് ബ്ലോക്ക് ഉണ്ടായി. ഐസിയുല് പുഷ്പഗിരിയിലായിരുന്നു. അവിടുന്ന് തള്ളി ഞങ്ങൾ കരിമല കൊണ്ടുപോയി. അവിടുന്ന് ദൈവായുസോടെ പിന്നെയും ചില നാളുകൾ, ഏകദേശം 1 വർഷത്തോളം അടുത്ത് കിടന്നപ്പോഴത്തേക്ക് തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി കുറയുവാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഡോക്ടർ പറഞ്ഞു, ഇനി ഇങ്ങനത്തെ അന്ന് അവിടെ നിന്നൊരു ബിജു ഡോക്ടർ പറഞ്ഞില്ല, പുള്ളി ഒരു ക്രിസ്ത്യൻസ്. പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ ഇതായിരുന്നു, പക്ഷെ ഞങ്ങളുടെ അപ്പം 4 വർഷമേ കിടന്നുള്ളൂ, പൊട്ടി അളിഞ്ഞാ കിടന്നത്. പക്ഷെ ഈ അച്ഛൻ്റെ ദേഹത്ത് ഒരു പോലും ഇല്ലല്ലോ, എങ്ങനെ ഇങ്ങനെ നോക്കൂ. ഞാൻ പറഞ്ഞു, ഞാനല്ല, എന്റെ ദൈവമാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മാമ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാതെ ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കും, ഇനി ഈ വ്യക്തി ഇങ്ങനെ കിടന്നാൽ ശരിയാകത്തില്ല. ആദ്യം ദൈവത്തിന്റെ ആത്മാവാത് ആ ഡോക്ടർക്കുള്ള എന്നോട് ഇടപെടുവാൻ തുടങ്ങി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഭവനത്തിൽ കൊണ്ടുവന്ന എല്ലാരും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും അറിയാത്ത ദൈവദാസന്മാരും ദൈവദാസിമാരും എനിക്ക് ദൈവ
ദൈവാത്മാവ് അറിയിച്ചു വിളിക്കാൻ തുടങ്ങി. ഏൽപ്പിച്ചു കൊടുക്ക. ഇനി പ്രാണനെ ഇങ്ങനെ പിടിച്ചു വെക്കല്ലേ, പ്രാണനെ ചോദിക്കല്ലേ, ഏൽപ്പിച്ചു കൊടുക്ക. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ എല്ലാവരും നിർബന്ധിച്ചിട്ട് മനസ്സില്ല, വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ദൈവസന്നിധി കരഞ്ഞ്. എന്നാൽ പുള്ളിയുടെ സ്ഥിതി വളരെ മോശമായിരിക്കുന്നപ്പോൾ അത് കാണാനോ കേൾക്കുവാനോ ഉള്ള കരുത്തില്ലാതെ അദ്ദേഹം അത് 2023 മെയ് മാസം 20 രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, നിന്റെ ഹിതമെന്ത്, അതിനാൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നെന്ന് പറയുകയും ആ മെയ് മാസം 5 മണിയായപ്പോൾ തത്പ്രിയം വെച്ച് കർത്താവിൽ ചേരുവാനിടയായി. അതെന്റെ ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുവാനിടയായി. അതുവരെ ഇത്രയും പ്രതികൂലങ്ങള് കഷ്ടതകളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ട് ദൈവനാമത്തെയോ എന്റെ ദൈവത്തെ ഒരിക്കൽ പോലും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ദൈവം എന്താ എന്റെ ജീവിതത്തിൽ ചെയ്തെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കാറ്റും തിരമാലും ലോകം മുഴുവൻ എതിർത്തിട്ട് എന്റെ ഭവനത്തെ നശിപ്പിക്കാൻ പദ്ധതി ഒരിക്കൽ ഒന്നും എന്താ കർത്താവ് ഇത് വന്നെന്ന് ചോദിച്ചിട്ടില്ല. സ്വന്തമായതൊക്കെ നഷ്ടമായിട്ട് ഒന്നും ദൈവത്തോട് ചോദിച്ചിട്ടില്ല. അതൊക്കെ ദൈവഹിതമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ ദൈവവചനത്തിൽ ഉറപ്പിച്ച് ഞാൻ ഇതെനിക്ക് താങ്ങതിലപ്പുറമായി എന്റെ ഹൃദയം ക്ഷീണിച്ചു പോയി. ഏകദേശം 1 വർഷക്കാലം ഈ മുറിക്കകത്ത് ലൈറ്റ് ഒന്നും വിടാതെ, ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങാതെ, ദൈവമേ നീ എന്തിനാ എന്നോട് ഇത് ചെയ്തെന്ന് ഇത്ര ചോദിക്കത്തുള്ളൂ. നീ എന്താ എന്നോട് ഇത് ചെയ്ത്, നീ എന്നോട് എന്താ ഇത് ചെയ്തെന്ന് മാത്രം. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സ് തികയുന്നതിന് മുമ്പേ അത് മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് കോഴി കുഞ്ഞിനെ മാറ്റുന്ന പോലെ മാറ്റി അത് അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. എന്നെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്ന് എന്റെ ഈ രോഗത്തിലും കഷ്ടതയിലും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഒരു വഴക്ക് പറയുവോ, എന്നെ അടിക്കുവോ, ഒന്നും എന്റെ വീട്ടിൽ വിടുവോ, ഒന്നും എന്നെ ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞിനെ പോലെ എന്നെ കൊണ്ടു നടന്ന് ഞാൻ എന്ത് നിർബന്ധ ബുദ്ധിയാ, കൂടുതൽ എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. എന്ത് കൊച്ചു പിള്ളേരുടെ സ്വഭാവം പോലെ അതെല്ലാം സാട്ടി ഒക്കെ സാധിച്ചു തന്ന് കൂടെ നിന്നൊരു വ്യക്തി നഷ്ടമായപ്പോൾ ഈ ഭൂമിയിൽ എല്ലാവരും കഷ്ടപ്പെട്ടു. ആരുമില്ലെന്നൊരു തോന്നൽ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുവാനിടയായി. അത് 1 വർഷക്കാലം എന്നെ ഈ മുറിക്കകത്ത് അടച്ചിടുവാനിടയായി. പ്രാർത്ഥിക്കത്തില്ല, ദൈവവചനം ധ്യാനിക്കത്തില്ല. ദൈവമേ നീ എന്നോട് എന്തിനാ ഇത് ചെയ്ത്, എന്റെ യേശുവേ എന്നോട് എന്താ ഇത് ചെയ്ത്, ഇത് മാത്രം ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എന്റെ മകള് ഹൈദരാബാദിലുണ്ട്, വാറങ്കലാണ്. അവള് പെട്ടെന്ന് എന്റെ ശരീരം മോൻ വിളിച്ചു പറഞ്ഞു, അമ്മ വളരെ ക്ഷീണിതയാണ്, അമ്മ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, മുറിക്കാന്ന് പുറത്തിറങ്ങത്തില്ല, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുവാനിടയിൽ അവള് വന്നെന്നെ കൊണ്ടുപോകാനിടയിൽ അവളെ ഡോക്ടറിനെ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ഈ സ്ഥിതിയിൽ ഈ അമ്മയെ കൊണ്ടുപോകരുത്, കൊണ്ടുപോയാൽ മരണം ഉറപ്പാ. ഒന്നും കണ്ടും കൽപ്പിച്ച് അവൾ എന്നെ കൊണ്ടുപോയി. അവൾ എന്നോട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ച്. എന്നാലും പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ആദ്യം കർത്താവേ നീ എന്തിനാ എന്നോട് ചെയ്ത്, ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രാർത്ഥനിക്കുമ്പോൾ അവൾ TV ചാനൽ, ക്രിസ്തീയ ചാനലുകൾ വെക്കാനും പ്രസംഗങ്ങൾ, അനേക സാക്ഷികളൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് എന്നെ ഉറപ്പിക്കുവാൻ തുടങ്ങി. ചില മാസങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. മുറിക്കകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവസേന ഇങ്ങനെ കരഞ്ഞ ദൈവത്തേക്ക് നോക്കിക്കൊണ്ടപ്പോ ഒരു ശബ്ദം എന്റെ കാതുകളിൽ കേക്ക്, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, ഞാൻ നിന്റെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണെന്ന് പറഞ്ഞു. യിരെമ്യാവിനോട് പറഞ്ഞ പോലെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, ഞാൻ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ വചനം എന്നോട് അങ്ങ് ഇടിമുഴക്കം പോലെ എന്നോട് പെട്ടെന്ന് ഞാൻ സടകുടഞ്ഞ് എഴുന്നേറ്റു. എന്റെ കണ്ണുനീരുകൾ തുടച്ച് ദൈവത്തോട് ഞാൻ അതുവരെ പിറുപുറത്തേന് ക്ഷമ ചോദിക്കുവാൻ തുടങ്ങി. കർത്താവേ നിന്നെ അറിഞ്ഞിട്ട് അറിയാത്തവളെ പോലെ, ഒരു ബുദ്ധിനെ പോലെ ഞാൻ നിന്നോട് പിറുപുറുപ്പ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസ്ഥന് ക്ഷമ ചോദിക്കുവാൻ തുടങ്ങി. ക്ഷമ ചോദിച്ചു ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യന്ത ശക്തി എന്റെ മേൽ വ്യാപരിപ്പാൻ തുടങ്ങി. പിന്നെ ദൈവം എന്നെ ശക്തമായി ഉയർത്തുവാൻ തുടങ്ങി. അന്ന് മുതൽ ആ 1 വർഷം കഴിഞ്ഞിട്ട് മകളുടെ വീട്ടിൽ നിന്ന് ചില 4-5 മാസം കഴിഞ്ഞ് മടങ്ങി വന്ന ആരാധനയ്ക്ക് സജീവമായി, പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോകാൻ തുടങ്ങി. പിന്നെയും ദൈവസന്നിധി കഴിയതുപോലെ സജീവമാകുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. വെളിപ്പാടുകൾ, ദർശനങ്ങൾ തരുവാൻ തുടങ്ങി. എത്ര ദൂരത്തിരിക്കുന്നവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ, അവരെ കുറിച്ച് അറിയിപ്പാൻ ദൈവാത്മാവ് കൃപ തരുവാൻ തുടങ്ങി. അങ്ങനെ ചില നാള് 1 വർഷം കഴിഞ്ഞ് പിന്നെയും മകൾ എന്നെ വന്ന് കൊണ്ടുപോയപ്പോ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഡിവിഷൻ പേരിന്റെ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യുവാൻ എന്നെ അവിടുത്തെ അമ്മാമ്മയെ പാസ്റ്റർ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവരെ ജോയിൻ ചെയ്യുകയും എനിക്ക് അവിടെ ദൈവവചനം സംസാരിക്കാനൊക്കെ അവസരം ഒരുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാനും അതിലൊരു അംഗമായി. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ജൂണിലാണ് മകളുടെ കഴിഞ്ഞ വർഷം ഈ 2000 തന്നെ ഈ 25 ജൂണിലാണ് കടന്നുപോയത്. ജൂൺ അവസാനമായപ്പോ അതിനു മുമ്പേ അച്ഛനുള്ളപ്പോ തന്നെ എന്റെ ഈ പെടനിക്ക് ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പൊ മോൻ എന്നെ ഡോക്ടർ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ
വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥ. പെടലിക്ക് എനിക്ക് വളരെ വേദന, ഇങ്ങനെ ഇരിക്കത്തില്ല, വളരെ ബുദ്ധിമുട്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞാനും മോളും കൂടെ അത് ഷോപ്പിംഗ് വന്ന് ഇറങ്ങി, ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടന്നല്ല, ഞാൻ അങ്ങ് വീണു. അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞു, അമ്മ നോക്കി നടക്ക, വയ്യാത്തല്ലേ, ഇങ്ങനെ നോക്ക്. ഞാൻ ഓർത്ത് ശരിയാ, ഞാൻ ശ്രദ്ധിക്കാൻ ഞാനിരിക്കും എന്നുള്ള ചിന്ത വന്ന് ഞാനിങ്ങനെ പിന്നെ എഴുന്നേറ്റ് അവളെന്നെ പിടിച്ചു. ഞാൻ പിന്നെ അങ്ങ് നടക്കുമ്പോ പിന്നെയും വീഴുവാ, പിന്നെ അങ്ങനെ ഞാൻ വീഴുവാ, നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഇതെന്തോ പന്തികേടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു ഞങ്ങൾ ഓട്ടോ വിളിച്ച് പെട്ടെന്ന് വീട്ടിൽ വന്ന് ആ കിടപ്പ് എന്റെ ഒരു വശം മുഴുവൻ തളർന്നു പോയിട്ട് എന്റെ ഈ പെടലി ഇങ്ങനെ അങ്ങ് ഒടിഞ്ഞു, ഇങ്ങനെ അങ്ങ് തൂങ്ങിപ്പോയി. ഉടനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആരെ അറിയിക്കണം, അവള് തന്നെ ഉള്ളൂ, മരുമോൻ അവിടെ ഇല്ല, ആ കുഞ്ഞുങ്ങളുമായിട്ട് അവൾക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു ഭാരം. എനിക്ക് അതിലും ഭാരം, കർത്താവ് എന്റെ മകൾക്ക് ഞാനൊരു ഭാരമാകുമോ എന്നുള്ള വേദന. എന്റെ അച്ഛൻ 6 വർഷം കിടന്ന് അനുഭവിച്ചായതുകൊണ്ട് നമുക്കതൊരു ഭാരമായി തീർന്നു. അങ്ങനെ ചില ദിവസങ്ങൾ അവിടെ കിടന്ന്, അവിടെ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങേ വശം കൂടെ തളരുന്നതിന് മുമ്പ് നമുക്കത് ഫിസിയോതെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു, ഇങ്ങേ വശം പോകുന്നതിന് മുമ്പ്. അപ്പൊ അവിടെ ഫിസിയോ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ആ പെടലി ഒരിക്കലും നൂരത്തില്ല. പെടലി പോയ നട്ടലിൽ നിന്ന് വരുന്ന പെടലിയുടെ എൻഡ് വെച്ച് ഇങ്ങനെ വളഞ്ഞു പോയിട്ട് പെടലി താഴോട്ട് ഇരുത്തി പോയതാണ്. ആ വശത്തെ ഞരമ്പ് മുഴുവൻ ബലക്ഷയം. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് വീണ് നട്ടല് തകർന്നായോണ്ട് അതിന്റെ ഒരു ഇതുപോലെ അന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് എഴുന്നേക്കത്തില്ല. ഞാൻ വേൾഡ് മിഷനിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, എന്റെ പെടലിക്കൊക്കെ വയ്യ, പ്രാർത്ഥിക്കണം, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അവർ ജനം ശക്തമായി അവർ പ്രാർത്ഥിച്ചു. ഞാനും ദൈവസ്ഥന് ശക്തിയോടെ ദൈവം എനിക്ക് ആയുസ് തന്ന്, ദൈവം കിടത്തരുത്, നീ തരുന്ന ആയുസ് അത്രയും ഓടി നടക്കണം, അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. 15-ാമത്തെ ദിവസം കിടക്ക വിട്ട് എഴുന്നേറ്റ് എന്റെ പെടലി നൂരുവാനിടയായി. സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നൂരുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ കരം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ഇന്ന് വരെ ഈ ജൂൺ മാസം തൊട്ട് ജൂൺ അവസാനം ഞാൻ എഴുന്നേറ്റ് നടന്നതാ. ഇതുവരെ ഇത് ഡിസംബറായി, കർത്താവ് എന്നെ ഞാൻ ഒക്ടോബറിലേക്ക് തിരിച്ചു വരുവാൻ ഇടയായി. തിരിച്ചു വന്ന് അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ ഒരു ദിവസം പോലും വീട്ടിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് അയക്കുന്നിടത്തൊക്കെ ഒത്തിരി ദൂരെ കഴിഞ്ഞ തിങ്കളാഴ്ച അമ്പൂരിൽ എടുത്തായിരുന്നു. ഇത്രയും ദൂരമൊക്കെ യാത്ര തനിയെ പോയി കർത്താവിന്റെ വേല ചെയ്യുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം കൃപ നൽകി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഡോക്ടർമാരുടെ വാക്കല്ല അവസാന വാക്ക്, നമ്മുടെ ദൈവമാണ് നമുക്ക് സൃഷ്ടിച്ച്. ദൈവം നമുക്ക് ആയുസ്, ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെ കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവം നമ്മെ നടത്തുന്ന വഴികള് അത്ഭുതത്തിന്റെ വഴികള്. ജീവിതത്തിലെ ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തം 6 കഷ്ടം നിന്നെ ഒന്നും ചെയ്യുന്ന 7ാമത്തെ തിന്മ നിന്നെ തകർക്കാൻ ദൈവം അനുവദിച്ചില്ല. ഇനി ഒരു പ്രതികൂലമോ ഇനി ഒരു കത്തി വെക്കാനോ ഒരിളവ് എന്റെ ശരീരത്തില്ല. ശരീരത്തിന്റെ തല തൊട്ട് നഖം വരെ കത്തിവെച്ച് മുറിച്ച് അവയവങ്ങൾ മാറ്റിയ ശരീരമാണ്. എന്നാ ഇതൊന്നും തളർന്നു പോകാതെ ദൈവം എന്റെ കൃപയിൽ ഇന്ന് വരെ നിർത്തി. ഇന്ന് പകൽ ഈ സമയം വരെ അവന്റെ മഹാസ്നേഹം ഞാൻ എപ്പോഴും എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, എന്നെ ശുശ്രൂഷ വിളിക്കുന്നവരും ഇവിടെ എല്ലാ ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, കടന്നു വരുന്നവരൊക്കെ ഞാൻ പറയും, എന്റെ യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടത്തെക്കാൾ എനിക്ക് അങ്ങ് സ്നേഹമാണ്. ആ സ്നേഹത്തെ എനിക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. ആ യേശുവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നത് എനിക്കത് പറഞ്ഞറിയിക്കാൻ, എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കണം എന്നറിയാത്ത പോലും പണ്ടത്തെ നാളുകളെക്കാട്ടി എന്റെ യേശുവിനെ എനിക്ക് അതിലൊക്കെ ഉപരിയായ സന്തോഷമാണ്. അവന്റെ വചനമായി പകല് മുഴുവൻ ഭവനത്തിൽ ഇരിക്കുന്ന സമയത്ത് വചനമായി തന്നെ ധ്യാനിച്ചങ്ങിരിക്കുക. വെളുപ്പിനെ 2:30 ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ 6:30, 7, 8 മണി വരെയും അനേക സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം എന്നെ ഉപയോഗിക്കുന്നു. പകൽ വീട്ടിൽ ഇരുന്നാല് ഒരു ഉച്ചയ്ക്ക് മുമ്പ് പിന്നെയും ദൈവസ്ഥനിൽ ഇരിക്കും. വൈകിട്ട് 6 തൊട്ട് 7 വരെ ദൈവസ്ഥനിൽ ഇരിക്കും. രാത്രി 12 തൊട്ട് 11:30 തൊട്ട് 12:30 വരെ ദൈവസ്ഥനിൽ. അങ്ങനെ സമയങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 യാമങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അതിന്റെ ജീവിതത്തിൽ വിടുതൽ, അനേകർക്ക് വിടുതൽ. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, കർത്താവ് എന്നെ കൊണ്ട് എന്ത് ചെയ്യിച്ചാലും അത് അവർക്ക് വിടും, ദൈവനാമം മഹത്വമാക്കി തീർക്കണം. അനേക രോഗികൾ സൗഖ്യമാകുവാനും അനേകർ ഭവനങ്ങൾ വിടുതൽ പ്രാപിക്കുവാനും ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ കൊണ്ട് ഉപയോഗിക്കുന്നു. അത് ദൈവത്തിന് ഞാൻ എപ്പോഴും പറയും, കർത്താവിന്റെ കയ്യിൽ ഒരു ചുറ്റികയാണ്.
പാറയെ പിളർക്കുന്ന ഒരു ചുറ്റികയാ. ആ ചുറ്റികയ്ക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവ ചുറ്റിക ആരുടെ കയ്യിലിരിക്കുന്നു, ആ കൈയുടെ ആഴമാണ്, ആ കൈയുടെ ബലമാണ് പാറ തകർക്കുന്ന ദൈവാത്മാവ് എന്നോട് ഇടവ്. അതുപോലെ അവന്റെ കയ്യിൽ ഒരു ചുറ്റികയാണ് ഞാൻ. കർത്താവ് എല്ലാം ചെയ്യുന്നത്, ഒന്നും പുകഴുവാനില്ല, പ്രശംസിപ്പാനില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് ആ മഹാസ്നേഹം എന്നെ തേടി വന്നതുകൊണ്ട് ഈ ഭൂമിയില് 33 വർഷം കഴിഞ്ഞു. മക്കളെ കണ്ടു, മരുമക്കളെ കണ്ടു, കൊച്ചുമക്കളെ കാണുവാൻ, 4 കൊച്ചുമക്കളെ കാണുവാനും അവരുടെ സ്നേഹം അനുഭവിപ്പാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒരു 3 മണിക്കൂർ കൊണ്ട് വിധി എഴുതിയ സ്ഥാനത്ത് ഈ 33.5 വർഷക്കാലം അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും മരണവും ഒക്കെ ജീവിതത്തിൽ നടമാടിയപ്പോഴും എന്നെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയില്ല. അവസാനം പ്രാതിയായവനെ, പ്രാണനെ പീഡിച്ചു കൊണ്ടുപോയപ്പോഴും തകർന്നു പോകാതെ ദൈവം പിന്നെയും നിർത്തി. ഇന്ന് പലപ്പോഴും ചിന്തിക്കും, ഒറ്റയ്ക്കുള്ള ഭാരം ജീവിതത്തിലുണ്ട്, എങ്കിലും അവൻ പലപ്പോഴും ഭാരപ്പെടുമ്പോൾ ദൈവം വചനം അയച്ച്, ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ ശുശ്രൂഷയ്ക്കൊക്കെ പോകും, മറ്റേ അച്ഛനാ കൊണ്ടുപോകുമ്പര് തന്നെ ആയതുകൊണ്ട് ഇച്ചിരി പാടാ, ബസ് കയറി ഓട്ടോ വിളിച്ചൊക്കെ പോവുകയെ, മോന് കൊണ്ടുവരാൻ, ജോലി ഉള്ളതുകൊണ്ട് അവൻ എന്നെ കൊണ്ടുവരാനോ പറ്റത്തില്ല, കൊച്ചു കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് മോക്ക് വരാൻ പറ്റത്തില്ല. ആ ഒരു ബുദ്ധിമുട്ട് പോരാത്ത അച്ഛൻ അങ്ങനെയല്ല, എന്നെ കൊണ്ട് വിട്ടിട്ടേ പുള്ളി ജോലിക്ക് പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഇതായോണ്ട് ഞാൻ ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാ, അതേ ഹന്നയോട് പറഞ്ഞതുപോലെ, അൽക്കാലം പറഞ്ഞ പോലെ, നിനക്ക് 10 പുത്രന്മാരെക്കാളും ഞാൻ ശ്രേഷ്ഠനല്ലയോ എന്ന് എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് വചനത്തിലൂടെ എന്നെ ഉറപ്പിച്ച് ഇന്ന് വരെ, ഈ സമയം വരെ നിർത്തിയ അവന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാ വർഷവും 40 ദിവസം, ഈ നവംബർ തൊട്ട് ഡിസംബർ അവസാനം വരെ 40 ദിവസം ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കും. ഞങ്ങളുടെ ഈ ദേശത്തെ കുറിച്ചൊന്നും ഞാൻ സാക്ഷി പറയുന്നത്, അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ദേശം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു ഏറിയാണ്, അമ്പലം ഒക്കെ ഉള്ളതാണ്, വലിയ അന്ധകാര ശക്തി നിറഞ്ഞൊരു ദേശമാണ്. അതിന്റെ നടുവിൽ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച് പോയി അനേകര് കടന്നു വന്ന് ഞങ്ങൾ 40 രാവും പകലും ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും, അനേക ഭൂതങ്ങൾ അലറി ഓടുന്ന കാണുവാനും, അതെ അനേകർ വിടുതൽ അനേക ദൈവദാസന്മാർ ഇവിടുന്ന് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ പേരിൽ ഇന്നും ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവം എന്നെ കൊണ്ട് അങ്ങനെ അത്ഭുതം, ഈ ദേശത്തെ ഒരു അന്ധകാര ശക്തി തകർന്നു വീഴുന്ന നേരിട്ട് കാണുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ പല അത്ഭുതങ്ങൾ ദൈവം കണ്ണാലെ കാണുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ എന്റെ മിടുക്കോ കഴിവൊന്നുമല്ല. എന്റെ കർത്താവ്, ഈ ദേശത്തെ കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയെ അതിനുവേണ്ടി ഒന്ന് ആക്കുന്നതേ ഉള്ളൂ. അല്ല നമ്മുടെ കഴിവൊന്നുമല്ല, ദൈവമാണ് അതിൽ എന്നെ ദൈവം ഇതുവരെ നടത്തി, എന്റെ ജീവിതത്തിൽ ഇതുവരെ നടത്തിയ എല്ലാ വഴികളും ദൈവത്തിന്റെ വഴിയാണ്. ഈ ലോകത്തിൽ ഒന്നേ ആഗ്രഹമുള്ളൂ, ദൈവം തരുന്ന സമയങ്ങളും ആ ദൈവം തരുന്ന ആയുസ്സും ദൈവം തരുന്ന സമയമൊക്കെ എന്റെ കർത്താവിന് വേണ്ടി ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും എന്റെ കർത്താവിനെ കുറിച്ച് പറയണം. എന്റെ കർത്താവിന്റെ വിടുതൽ ഈ ആളുകള് അനേകരിടത്ത് പോയി എന്റെ കർത്താവിന് സാക്ഷ്യം വഹിക്കുക. ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരുന്നു. ബസ്സേ കയറിയാലും, അത് ട്രെയിനെ കയറിയാലും, നടന്നു പോയാലും, ഹോസ്പിറ്റലിൽ പോയാലും, എവിടെ പോയാലും എന്റെ അടുത്തിരിക്കുന്നവരോട് ഞാൻ സുവിശേഷം പറയും. അതിനെനിക്ക് ലജ്ജയൊന്നുമില്ല. ബസ് കയറാൻ റോഡിൽ നിന്നാലും ഞാൻ സുവിശേഷം പറഞ്ഞിരിക്കും. അതിന് യാതൊരു സംശയമില്ല. എനിക്ക് കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച്, എന്റെ യേശുവിനെ കുറിച്ച് പറയുന്നതിന് എനിക്ക് ഒരു ലജ്ജയില്ല. കാരണം നാം മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയും, അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല. നമ്മൾ എവിടെ നരകത്തിൽ ചെന്ന് കയറിയാലും നിത്യതയിൽ പോലും എത്തുകയല്ല. ഇന്ന് ദൈവം നിത്യതയ്ക്ക് അവകാശമാക്കി എന്നെ മാത്രമല്ല എന്റെ തലമുറയെ കൂടെ അവകാശികളാക്കി ദൈവം തീർത്തെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന്റെ മഹാസ്നേഹമാണ്. എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ ഈ ആരോമറ്റിയുടെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ യേശുവിൽ വിശ്വസിക്കണം. രോഗമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, ഞെരുക്കമായിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ, വേർപാടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ ജീവിതത്തിൽ വരുന്ന യേശുവിനെ തള്ളി പറയരുത്. നമ്മൾ എന്താ കർത്താവേ നമുക്കിത് വന്നെന്ന് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. നമുക്ക് തന്നത് യോബ് വന്നു, അവൻ തന്നു, അവൻ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ദൈവസ്ഥനിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരുന്ന, ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ പിറുപിറുക്കാതിരുന്ന, നാം ദൈവത്തെ അകമഴിഞ്ഞ് വിശ്വസിച്ച അവൻ നമ്മെ ഉയർത്തുന്ന ദൈവം. അവന്റെ കരം നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കുകയും നാം വാഗ്ദത്തം ചെയ്ത ദൈവമാ. നമ്മെ വിളിച്ചിറക്കിയത് അങ്ങനെയാ. അതുകൊണ്ട് ഈ ദൈവത്തെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തിന്റെ കഷ്ടതയിൽ എന്നെ ഓർക്കുന്നതിൽ നിന്ന് ആരെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഭാരപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിരാശപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ ആരും നിരാശപ്പെടില്ല. ഈ ദൈവം ഇന്നും നമുക്ക് അത്ഭുതം പ്രവർത്തിക്കാനും വിടിയിപ്പാൻ ഈ ദൈവത്തിന് 2025 സാധ്യമാണെന്നേ. അല്ല പണ്ട് 50 വർഷത്തിന് മുമ്പ് വിടുവിച്ച ആ വിടുതലല്ല, ഇന്നും ദൈവത്തിന് കാൻസർ രോഗം സൗഖ്യമാക്കുവാൻ കഴിയും. സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. നാം വിശ്വസിച്ചാൽ മതി.
നമ്മുടെ ഒരു വശം പൂർണ്ണമായി തകർന്ന് ഈ 2025 ജൂണിൽ നടന്ന സംഭവം. ഈ വശം മുഴുവൻ തളർന്നിട്ട് പെടലി മുന്നോട്ട് ഒടിഞ്ഞുപോയ ഞാൻ ഇത്രയും സമയം നിങ്ങളുടെ മുമ്പിൽ ഈ കർത്താവ് അയക്കുന്നിടത്ത് ഈ പെടലി 100 തന്നെയായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇതുവരെ താണു പോയില്ല. മറ്റേ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ താണു പോകും. എന്നാ അല്ലല്ലോ സഭയിൽ ചെന്നിരിക്കുമ്പോ ഈ പെടലായപ്പോ ഞങ്ങളുടെ കർത്താവ് ദിവസം പറഞ്ഞ് ഞാൻ ഉറങ്ങുവാന്ന്. അല്ലെങ്കിൽ അത്രമാത്രം ജീവിതത്തില് ദൈവം വിടിവിച്ചെങ്കിൽ ഈ വിടിപ്പം ദൈവത്തിന് സഹായിക്കും. എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുക. സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകരെ ഈ കൃപയിലേക്ക്, അനേകരെ ഈ രക്ഷയിലേക്ക്, അനേകരെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുക തന്റെ ദാസനെ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കും. അത് ശക്തമായി നാളുകളിൽ കർത്താവ് അനുഗ്രഹിക്കുക. ആത്മീയവും ഭൗതികവും കുടുംബമായി ദൈവം അനുഗ്രഹിച്ച് പിന്നെയും മാനിക്ക് എനിക്ക് അവസരം ഒരുക്കി തന്നെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തി എന്റെ കർത്താവിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. കുഞ്ഞുങ്ങൾ കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇത്രയും സമയം എന്റെ സാക്ഷികളും ദൈവം ചെയ്ത എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും ദൈവം ചെയ്ത വിടുതലുകളും ഒക്കെ കേട്ടുകൊണ്ട് ഈ ആരോഗ്യ ടിവിയിലെ സകല പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനുമതി പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ നല്ല രാജാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ പാദപിടമായിരുന്ന സമയം മുതൽ ഇതുവരെ അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തിയനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും തന്റെ ജനത്തിന്റെ മുമ്പിൽ കർത്താവെ സംസാരിപ്പാൻ നീ അടിയനെ സഹായിച്ചു. കേട്ട എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ അടിയനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവത്തിന്റെ വിടുതലുകൾ അവർ കേട്ടത്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവർ കേട്ടത്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവർ കേട്ടത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലും കാരണമായി തീരണം കർത്താവെ. ചില രോഗികൾ കർത്താവെ സൗഖ്യമാകേണം, ചില അന്ധകാര ശക്തികൾ വിട്ടുമാറേണം, ചില കടഭാരങ്ങൾ നീങ്ങിപ്പോകേണം, ചില പ്രതികൂലങ്ങൾ അവരുടെ നടുവിൽ നീങ്ങിപ്പോട്ട് കർത്താവെ. ചില വിടുതലുകൾ അവരുടെ കുടുംബങ്ങളിൽ നടക്കട്ടെ കർത്താവെ. അവർ ജീവിക്കുന്ന ദൈവത്തെ മുറുകി പറ്റിക്കൊണ്ട് കർത്താവെ പിന്മാറ്റക്കാർ മടങ്ങി വരേണം. വിശ്വാസത്തെ ശക്തിയോടെ നിൽക്കുക. ഈ അന്ത്യകാലത്ത് ജനത്തെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ ദാസനെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. ദൈവം നടത്തിയ ശ്രേഷ്ഠകരമായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ. പ്രിയ കർത്താവിന്റെ ദാസിക്ക് സാക്ഷ്യം പറഞ്ഞു തീർന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് വേഗത്തിൽ നിർത്തിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എണ്ണമറ്റ അനുഭവങ്ങൾ. എത്രത്തോളം ജീവിതത്തില് അനുഭവങ്ങൾ ഉണ്ടായോ അത്രയും തന്നെ ദൈവീയ സ്പർശനവും ദൈവീയ കരുതലും അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഷ്ടതകളെ കാണുന്നവർക്ക് കഷ്ടത മാത്രം നോക്കിക്കാണാം. പക്ഷേ അതിൻ്റെ മറുവശം കർത്താവിൻ്റെ സ്പർശനം, കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ സാമീപ്യം അനുഭവിച്ചറിയുവാൻ കഴിയുന്നതിൽ പരം ഭാഗ്യകരമായ ഒരു അനുഭവം വേറൊന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണ. നമ്മുടെ കർത്താവിനെ അടുത്തറിയുവാൻ നമുക്ക് ലഭിക്കുന്ന നല്ല അസുലഭ അനുഭവങ്ങളാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ആ കഷ്ടത നമുക്ക് അത്ര സന്തോഷകരമായ അനുഭവങ്ങളല്ല കാഴ്ചവെക്കുന്നത്. തലച്ചോറിൽ കാൻസർ വരിക, നട്ടല് വീണ് ഒടിയുക, ദേഹം മുഴുവനും തളർന്നു പോകുക, കണ്ണിന്റെയും ചെവിയുടെയും ഒക്കെ കാഴ്ച നഷ്ടപ്പെട്ട് ആഹാരം കഴിക്കാൻ കഴിയാതെ മാസങ്ങളോളം കിടക്കുക, ഒരേ കിടപ്പിൽ ആയിത്തീരുന്ന അവസ്ഥ, കുടല് ഒട്ടിപ്പോയി ഡോക്ടർമാര് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുക, ഇനി 3 മണിക്കൂറോ അല്ലെ 3 ദിവസം മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുക, തളർന്നു പോകുക. എത്ര അനുഭവങ്ങൾ. ഹാർട്ടിന് രോഗമുണ്ടായി, അതിന് സർജറി ചെയ്തു. ശരീരത്തിലെ ശിരസ് മുതൽ പാദം വരെ ഒരുപാട് ശസ്ത്രക്രിയകൾ, ഒരുപാട് ചികിത്സകൾ, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ, കാര്യങ്ങളൊക്കെ ചെയ്ത്
ലോകം, വൈദ്യശാസ്ത്രന്മാർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു. പക്ഷെ അവർ അവസാനം പറയുന്ന ഒരു കാര്യം, ഇനിയും ഇത്ര സമയമേ ജീവിച്ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സമയം, ഇത്ര ദിവസമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നവര് ദിവസങ്ങളും സമയങ്ങളും വിധി എഴുതുമ്പോൾ, ആമേൻ, അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുന്നമേ നമ്മെ കണ്ടവൻ, നമ്മെ തിരഞ്ഞെടുത്തവൻ, സ്തോത്രം, നമ്മിൽ വെച്ചതായ ജീവനെ തിരിച്ചെടുക്കാത്തിടത്തോളം കാലം, ആമേൻ, ഒരു രോഗത്തിനും ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ അത്യന്തമായ ശക്തി നമ്മുടെ മൺകുടാരത്തിന്റെ മേൽ പകരപ്പെടുമ്പോൾ, ആമേൻ, നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ ഒരാത്മതലത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാൻ ആമേൻ ഇടയായിത്തീരും. അത് കർത്താവിന്റെ ദാസിയുടെ ഓരോ വാക്കുകളിലും അത് നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിനെ കുറിച്ചുള്ള സ്നേഹം, കർത്താവിനെ കുറിച്ചുള്ളതായ ആ വാക്കുകൾ, പറഞ്ഞാൽ തീരാത്ത ആ നന്ദി ദൈവദാസിയുടെ വാക്കുകളിലൂടെ അത് പ്രതിഫലിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. എത്ര കഷ്ടതകളുടെ അനുഭവങ്ങൾ, എത്ര മാനുഷികമായി നോക്കിയാൽ ഒരുപക്ഷെങ്കിൽ കടന്നുപോയ ആ തീവ്ര അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഒരുപക്ഷെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ വിടുതല് കർത്തദാസിയിലൂടെ ചെയ്തെടുക്കുവാൻ, പൂർത്തീകരിപ്പാൻ ബാക്കിയുണ്ട്. ആമേൻ. അതുകൊണ്ട് ആ ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് അഭിഷേകം ചെയ്താക്കിയിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. അനേകരുടെ വിടുതലിന് കാരണമായി തീരട്ടെ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. യെഹെസ്കേല്, ആമേൻ, ആ അസ്ഥിത്താഴ്വരയുടെ നടുവിൽ ഇറങ്ങി നിന്നപ്പോഴാണ് ചില വിടുതലുകൾ നടക്കുവാൻ ആമേൻ ഇടയായി തീർന്നത്. ചില തകർന്ന കുടുംബങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ, ആമേൻ, ഇരുളടഞ്ഞ പൈശാചികമായ മണ്ഡലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ നടുവിലേക്ക് ഇറങ്ങി നിൽക്കുവാൻ ആമേൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ചിലരുടെ വിടുതലാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ചിലരുടെ നിത്യതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അതിനുവേണ്ടി ആമേൻ എല്ലാവരെയും ഒന്നും ദൈവത്തിന് ഉപയോഗിക്കാൻ ആമേൻ താല്പര്യം കാണില്ല. ചിലരെ ദൈവം അതിനുവേണ്ടി ആമേനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ്. ചിലപ്പോൾ അത് കയ്യിൽ തന്നെ ചീത്തയായി പോവും, പക്ഷേ അത് കളയത്തില്ല. വീണ്ടും അതിനെ ചേർത്ത് വെച്ച് പണിത് ആമേൻ യജമാനന്റെ അല്ലെങ്കിൽ ആ കുശവന്റെ ഹൃദയപ്രകാരമുള്ളൊരു പാത്രമാക്കി മനോഹരമാക്കി ആമേൻ തീർക്കുന്നത് പോലെ ഒരുപാട് പണി കർത്തൃദാസിയുടെ ജീവിതത്തിലെ ശരീരത്തില് ആമേനെ കർത്താവ് ചെയ്തു. ദൈവം ഉടച്ചു വാർത്തു. ഇന്ന് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുടെ ഓർമ്മകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, അനേക കേൾവിക്കാരുടെ ജീവിതത്തിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ, ആമേൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവ് നടത്തുന്ന അത്ഭുത വഴികളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം ഈ സാക്ഷ്യം ആമേൻ പറയുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും കർത്തൃദാസിയോടതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹമായി തീർന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ചില പ്രിയപ്പെട്ടവരുടെയെങ്കിലും ജീവിതത്തിൽ ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ചില വിടുതലുകൾ നടന്നു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. ചില പ്രിയപ്പെട്ടവരുടെയെങ്കിലും ജീവിതത്തിൽ ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അത്ഭുത വിടുതലുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കണം. അതുപോലെ ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ആവശ്യത്തിലിരിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനലിൽ വന്ന ഒരുപാട് ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാതെ പോയതുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്.
അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com